ഫാസിസത്തിന് ഒന്നിനെ ഭയമുള്ളൂ. ഫാസിസത്തിന് ഒന്നിനെ മാത്രമേ ഭയമുള്ളൂ. ഫാസിസത്തിന് ഒന്നിനെ മാത്രമേ ഭയമുള്ളൂ. അത് കായിക ശേഷിയെ അല്ല, സമ്പത്തിനെ അല്ല, സൈനിക ശേഷിയെ അല്ല, അറിവിനെയാണ്, ജ്ഞാനത്തെയാണ്. ജ്ഞാനലോകത്തിലേക്ക് ഒരു ജനത ഉയരുമെന്ന് പറഞ്ഞാൽ അത് ഫാസിസത്തിന് എതിരാണ്. ഫാസിസം ഏറ്റവും അധികം ശ്രദ്ധിക്കുക, ഒരു ജനതയുടെ മനസ്സ് ജ്ഞാനലോകത്തേക്ക് ഉയരരുത്. ഇന്ത്യയിൽ 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രി ആയിരുന്നപ്പോൾ നവലിബറൽ സാമ്പത്തിക നയം ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചു. NEP എന്നാണ് അതിൻ്റെയും പേര്, ന്യൂ ഇക്കണോമിക് പോളിസി. അതും NEP എന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും തമ്മിലുള്ള ബന്ധം പറയാതെ ഇതിന്റെ രാഷ്ട്രീയം പൂർണ്ണമാകില്ല. അതുകൊണ്ട് താഴെ തട്ടിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം പറയണം. രണ്ടും രണ്ടാണ്, പക്ഷേ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താ? പോയിന്റ്സ് മാത്രം. ഒന്ന്, ന്യൂ ഇക്കണോമിക് പോളിസി 2 കാര്യങ്ങൾ പറയും. അതിലൊന്ന് വിഡ്രോവൽ ഓഫ് ദി ഗവൺമെന്റ്, ഭരണകൂടം പിൻവലിയണം. അതാണ് ന്യൂ ഇക്കണോമിക് പോളിസിയുടെ കാതൽ. എന്തുകൊണ്ടാണ്? അതുവരെ മുതലാളിത്തം കെയ്ൻസിന്റെ സിദ്ധാന്തം അനുസരിച്ച് കമ്പോളത്തിൽ ഇടപെടണം എന്ന് കരുതിയിരുന്നു. അതിനു മുമ്പ്, അങ്ങനെ ആ ചരിത്രത്തിൽ പോകാൻ സമയമില്ല, അതിനു മുമ്പ് കമ്പോളത്തിൽ ഇടപെടരുത് എന്ന് ആഡം സ്മിത്ത് പറഞ്ഞിരുന്നതിന് ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞത് സൂചന മാത്രം. ഫ്രീ മാർക്കറ്റ് ആഡം സ്മിത്തിന്റെ കോൺസെപ്റ്റാണ്. അത് 1929 തകർന്നപ്പോൾ മുതലാളിത്തത്തെ രക്ഷിക്കാൻ കെയ്ൻസ് നൽകിയ ഒരു നിർദ്ദേശമാണ് ഭരണകൂടം കമ്പോളത്തിൽ ഇടപെടണം എന്ന്. അങ്ങനെയാണ് പൊതുമേഖലയും ഒക്കെ വളർന്നു വന്നത്. അക്കാലത്താണ് ഇന്ത്യ സ്വതന്ത്രയാകുന്നത്. പിന്നീട് ഇന്ത്യ ആ സാമ്പത്തിക നയം അംഗീകരിക്കുന്നത്. 70കളുടെ മധ്യത്തിൽ ആ സാമ്പത്തിക നയം തകർന്നു. അന്ന് വീണ്ടും മുതലാളിത്തത്തെ രക്ഷിക്കാൻ വേണ്ടി മാർഗരറ്റ് താച്ചറും റൊണാൾഡ് റീഗനും ചേർന്ന് മുന്നോട്ട് വെച്ച നയമാണ് നിയോ ലിബറൽ പോളിസി. കൂടുതൽ പറയാൻ കൈ പൊക്കിയാൽ മതിട്ടോ, ഞാൻ പറഞ്ഞു പോവുകയാണ്. കുഴപ്പമില്ലല്ലോ, ഒന്നും മിണ്ടല്ലേ, അങ്ങനെ മതിയോ? വിവരിക്കണമെങ്കിൽ വിവരിക്കാം, അതുകൊണ്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ 70കളുടെ മധ്യത്തിൽ, 70കളുടെ തുടക്കത്തിൽ ഫ്രീ മാർക്കറ്റ് എന്ന ഭരണകൂടം ഇടപെടേണ്ട എന്ന ആഡം സ്മിത്തിന്റെ സിദ്ധാന്തത്തിനെ തുടർന്നുണ്ടായ കെയ്ൻസിന്റെ സിദ്ധാന്തവും തകരാൻ. മാർക്സ് പറഞ്ഞത് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് 29ലും 72ലും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ തകർന്നത്. മാർക്സ് പറഞ്ഞു സ്വയം അത് തകരും എന്ന്. അത് 29ലും കണ്ടു, 72ലും കണ്ടു. അന്നൊക്കെ അത് റിവൈവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി, വിശദീകരിക്കുന്നില്ല. 72ൽ റൊണാൾഡ് റീഗനും താച്ചറും ചേർന്ന് നൽകിയ ആ നിർദ്ദേശം ന്യൂ ലിബറൽ പോളിസി. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞു, വിഡ്രോവൽ ഓഫ് ദ ഗവൺമെന്റ്, ഭരണകൂടം പിൻവലിയ. എന്തിനു വേണ്ടിയാ? ഇപ്പൊ മനസ്സിലായി. കെയ്ൻസിന്റെ സിദ്ധാന്തത്തെ തകർക്കാൻ. കെയ്ൻസിന്റെ സിദ്ധാന്തം ഭരണകൂടം ഇടപെടണം എന്നാ പറഞ്ഞത്. അത് തകർന്നപ്പോ മുതലാളിത്തത്തെ രക്ഷിക്കാൻ ഭരണകൂടം പിൻവലിയണം എന്ന് പറയുകയാണ്. അതായത് ആഡം സ്മിത്തിന്റെ ഫ്രീ മാർക്കറ്റ് തിയറിയിലേക്ക് ലോകം പോകണം. ഇതാണ് ന്യൂ ലിബറൽ പോളിസിയുടെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഫിനാൻസ് ക്യാപിറ്റലിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ധനമൂലധനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുവരെ മൂലധനത്തിന് പ്രാധാന്യം ഉൽപാദന മൂലധനത്തിനായിരുന്നു. ഉൽപാദന മൂലധനം, പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ. ഒരു രീതിയിലും കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് അപ്പുറം മൂലധനത്തിന് പ്രാധാന്യം ഉണ്ടാകരുത്. അതായിരുന്നു 70കൾക്ക് മുമ്പുള്ള മുതലാളിത്ത സങ്കല്പം. 70കൾ ന്യൂ ലിബറൽ പോളിസി വന്നപ്പോൾ ഫിനാൻസ് ക്യാപിറ്റലിന് പ്രാധാന്യം നൽകാൻ തുടങ്ങി, ധനമൂലധനത്തിന്. അപ്പൊ എന്താ ധനമൂലധനം എന്നൊന്നും ഇങ്ങനത്തെ ഒരു വേദിയിലൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ 2 നിർദ്ദേശം. ഒന്ന്, ഭരണകൂടം പിൻവലിയ. 2, ഫിനാൻസ് ക്യാപിറ്റലിന് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ ഫിനാൻസ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ആഗോളവൽക്കരണം എന്നാൽ ധനമൂലധനത്തിന്റെ, ഫിനാൻസ് ക്യാപിറ്റലിന്റെ സർവാധിപത്യമാണ്. അപ്പൊ ഫിനാൻസ് ക്യാപിറ്റലിന് സർവാധിപത്യം ഉണ്ടാക്കാനാണ് മുതലാളിത്തം ആഗോളതലത്തിൽ ശ്രമിക്കുന്നത്. അതിന് ഭരണകൂടത്തോട് പിൻവലിഞ്ഞ് സ്വതന്ത്ര കമ്പോളത്തെ പുനർജനിപ്പിക്കണം. ഇതാണ് ന്യൂ ലിബറൽ പോളിസി. ഇത് 91 ഇന്ത്യയിൽ നടപ്പിലാക്കി. അതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫൈനാൻഷ്യൽ ബേസ്. ഇതിനൊരു സാമ്പത്തിക പിൻബലമുണ്ട്. അപ്പൊ NEP എന്ന് പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുമ്പോൾ 90 നടപ്പിലാക്കിയ ന്യൂ ഇക്കണോമിക് പോളിസിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് ഭരണകൂടം പിൻവലിയുമ്പോൾ എല്ലാം സ്വതന്ത്ര കമ്പോളത്തിന് വിട്ടുകൊടുക്കുമ്പോൾ വിദ്യാഭ്യാസവും ഭരണകൂടം ഇടപെടാത്ത സ്വയം വളരുന്ന ഒന്നായിട്ട് മാറണം എന്ന് ന്യൂ
ഇക്കണോമിക് പോളിസി കരുതുന്നു. വ്യവസായം മാത്രമല്ല, ഉൽപാദന രംഗത്തെ കൃഷി മാത്രമല്ല, എല്ലാ മേഖലയിൽ നിന്നും ഭരണകൂടം പിൻവലിഞ്ഞ് എല്ലാം സ്വകാര്യ മേഖലയിലാക്കണം എന്ന് ന്യൂ ഇക്കണോമിക് പോളിസി ഭാവനയിൽ കാണുന്നു. പോയിന്റ് പിടികിട്ടിണ്ടോ? ഭരണകൂടം പിൻവലിഞ്ഞ ആരാ പറഞ്ഞത്? NEP ആണ്. ആ NEP ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കിയതാരാ? മാഷ ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കണം കേട്ടോ, കുഴപ്പമില്ല. ആരാ നടപ്പിലാക്കിയത്? കോൺഗ്രസ്സാ. ഇപ്പൊ എന്താ പേര് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായിണ്ടാവും. ആരോടെ പറയണ്ടല്ലോ, കേൾക്കണ്ടോ? എവിടെ ആദ്യം നടപ്പിലാക്കിയത്? രാജസ്ഥാനില്. ഇന്നലെ പറഞ്ഞിട്ടില്ലേ, TV പറഞ്ഞിട്ടില്ലേ? എവിടെ ആദ്യം നടപ്പാക്കിയത്? രാജസ്ഥാനില്. ആരവിടുത്തെ ഭരണം? കോൺഗ്രസ്. എന്തേ? പിടികിട്ടി? NEP-യുടെ വക്താക്കൾ ആരാ? പ്രയോക്താക്കൾ ആരാ? കോൺഗ്രസ്. എന്താ ഇവിടെ നടപ്പാക്കാൻ ബഹളം കൂട്ടുന്നത്? വ്യക്തമായി. പുതിയ സാമ്പത്തിക നയത്തിന്റെ വക്താക്കൾക്കും പ്രയോക്താക്കൾക്കും പുതിയ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതാണ് വിഷയം. ആ പൊളിറ്റിക്സ് ആണ് പറയേണ്ടത്. ഒന്നുകൂടി അപ്പൊ വ്യക്തമാകുന്നു, NEP എതിർത്ത ഒരു പൊളിറ്റിക്സേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത്, ലോകത്തും. അത് ലെഫ്റ്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഈ നയത്തെ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ എതിർക്കുവാൻ ധാർമ്മികമായി ലെഫ്റ്റിന് ചുമതലയുണ്ട്, കടമയുണ്ട്. എന്തുകൊണ്ട് ഷാർപ്പായി ലെഫ്റ്റ് മാത്രം എതിർക്കുന്നു? അതിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ശ്രദ്ധിച്ചോ? മനസ്സിലായോ എന്നാണ് ഇത്? പറയണം ജനങ്ങൾ, പൊളിറ്റിക്സ് പറയണം. ആർക്ക് മാത്രമേ ഇതിനെ എതിർക്കാൻ കഴിയുള്ളൂ എന്ന് വ്യക്തമാകണം. NEP-യെ, ഇക്കണോമിക് പോളിസിയെ 91 മുതൽ ശക്തമായി എതിർക്കുകയും ആഗോളതലത്തിൽ നവലിബറൽ നയത്തിനെ എതിർക്കുകയും ചെയ്ത ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ, അത് ലെഫ്റ്റാണ്. അതുകൊണ്ട് ആ NEP-യുടെ തുടർച്ചയായി വന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെയും എതിർക്കാനുള്ള ബാധ്യതയും കടമയും ലെഫ്റ്റിനാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ശക്തമായി നിൽക്കുന്നത്. കോൺഗ്രസിന് ആ ധാർമ്മികതയില്ല. കാരണം NEP-യുടെ തുടർച്ചയായിട്ട് വന്ന NEP ആയതുകൊണ്ട് അത് വേണമെങ്കിൽ നടപ്പാക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അവർക്ക് ശക്തമായ എതിർപ്പില്ല, ധാർമ്മികമായ എതിർപ്പില്ല, ഒരു തരത്തിലും അതിനോട് എതിർപ്പില്ല. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയിൽ മറ്റ് കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ കണ്ടതും. അതാദ്യം വ്യക്തമാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ഈ NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പൊളിറ്റിക്സിൽ പ്രധാനമായി പറയേണ്ട കാര്യം. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസം ആശയം ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഒരു ജനതയെ സംബന്ധിച്ച് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അന്റോണിയോ ഗ്രാംഷി പറഞ്ഞ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആശയം, ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹ മധ്യത്തിലെത്തിച്ച് ജനങ്ങളെ ഭരണകൂടത്തോട് ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന ഉപകരണമാണ് വിദ്യാഭ്യാസം എന്നാണ്. അതായത് വിദ്യാഭ്യാസത്തിലൂടെ ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ സമൂഹ മധ്യത്തിലെത്തിച്ച് അവരുടെ മനസ്സിനെ ഭരണകൂടത്തോട് ചേർത്ത് നിർത്തുകയാണ്. ജനതയെ ഭരണകൂടത്തോട് ചേർത്ത് നിർത്താനുള്ള 2 ഉപകരണങ്ങളാണ് ഉള്ളത്. ഒന്ന് മർദ്ദന ഉപകരണമാണ്. പോലീസ്, പട്ടാളം, ജയില് ഭയപ്പെടുത്തി ജനങ്ങളെ ഒപ്പം നിർത്തുക. രണ്ടാമത്തെ എന്താ? ആശയ ഉപകരണമാണ്. അതെന്താ? വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസം. ജനങ്ങളെ ഭരണകൂടത്തോടൊപ്പം നിർത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് വിദ്യാഭ്യാസം. ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ, വരണ്യ യുക്തിയിൽ അധിഷ്ഠിതമായ ആശയങ്ങൾ സമൂഹ മധ്യത്തിലെത്തിച്ച് മനസാക്ഷിയെ അതനുസരിച്ച് മാറ്റി ഭരണകൂടത്തോടൊപ്പം നിർത്താൻ അത്രയും വലിയ ഉപകരണമാണ് വിദ്യാഭ്യാസം. ഇത് പറഞ്ഞത് ഗ്രാംഷിയാണ്. അതിപ്പോ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫാസിസ്റ്റ് ഭരണകൂടം. വളരെ കൃത്യമായി ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനതയെ ഫാസിസ്റ്റ് ഭരണകൂടത്തോട് ചേർത്ത് നിർത്താൻ വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുകയാണ് എന്നതാണ് സമൂഹത്തോട് പറയേണ്ടത്. ആ വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ എതിർക്കുന്നത്. ഫാസിസ്റ്റ് ഭരണകൂടത്തോട് ഇന്ത്യൻ ജനത ചേർന്ന് നിൽക്കാൻ സാധ്യത ഈ ഇടപെടലിലൂടെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ അതിശക്തമായിട്ട് എതിർക്കണം. അപ്പോൾ ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്നതാണെന്ന് ഗ്രാംഷി പറഞ്ഞു. ആ വിദ്യാഭ്യാസം 3 തരത്തിലുണ്ട്. ഒന്ന് സാമ്പ്രദായിക വിദ്യാഭ്യാസം, 2 പുരോഗമന വിദ്യാഭ്യാസം, 3 പ്രതിലോമ വിദ്യാഭ്യാസം. നേരത്തെ ഒരു വാക്യം പറഞ്ഞുള്ളൂ. ഗ്രാംഷി പറഞ്ഞ വാക്ക് എന്താണ്? വിദ്യാഭ്യാസം. ഈ പറഞ്ഞ 3ഉം ഗ്രാംഷി പറഞ്ഞ അർത്ഥത്തിൽ തന്നെയാണ് ജനങ്ങളെ ഭരണകൂടത്തോട് ചേർത്ത് നിർത്താൻ ഉപയോഗിക്കുന്നതാണ്. അത് 3 തരത്തിലുണ്ട്. ക്ലിയർ? ഒന്ന്, എൻ്റെ ഒപ്പം പറയണം, അല്ലാണ്ട് ഞാൻ പോവില്ല. സാമ്പ്രദായിക വിദ്യാഭ്യാസം, 2 പുരോഗമന വിദ്യാഭ്യാസം, 3 അതെന്താ എൻ്റെ വ്യത്യാസം?
സാമ്പ്രദായിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കൊളോണിയൽ വിദ്യാഭ്യാസം, ഫ്യൂഡൽ വിദ്യാഭ്യാസം ഒക്കെ അതിൽ വരും. അൽത്തൂസർ അതിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഗ്രാംഷി പറഞ്ഞ അതേ അർത്ഥത്തിൽ നോക്കൂ, ചൂഷണാധിഷ്ഠിതമായ വ്യവസ്ഥ ശരിയാണ് എന്ന് തോന്നുന്ന മനസ്സ് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസം. കേട്ടില്ല? കേൾക്കണോ? നിങ്ങൾ പറയണേ കയ്യെ പൊക്കി അപ്പൊ പറയാം, ഞാൻ ഒന്നും പോവില്ല, എത്ര തവണയും പറയാം. കേൾക്കണ്ട? എന്താണ്? എന്തിനെ? ചൂഷണ വ്യവസ്ഥ, അതിനെ അംഗീകരിക്കുക, അതാണ് ശരി എന്ന് തോന്നിപ്പിക്കുക. കേൾക്കണ്ടോ? അതോടുകൂടി ജനങ്ങൾ ചൂഷണ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് ഗ്രാംഷി പറഞ്ഞത് നേരത്തെ. അപ്പൊ ഒന്നുകൂടി പറയാം, നോക്കൂ. ചൂഷണാധിഷ്ഠിതമായ വ്യവസ്ഥ, അതിനെ പറയൂ അംഗീകരിക്കുന്ന, പോരാ അതാണ് പറയൂ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് പറയൂ സാമ്പ്രദായിക വിദ്യാഭ്യാസം. ഇതാണ് അൽത്തൂസർ പറഞ്ഞത്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം, കൊളോണിയൽ വിദ്യാഭ്യാസം, ഞാൻ ഈ പറയണ്ട, ഇങ്ങനത്തെ ഒരു വേദിയിൽ ക്ലിയർ ആയി കഴിഞ്ഞു. കൊളോണിയൽ വിദ്യാഭ്യാസം ഇന്ത്യൻ എന്താണ് പറയൂ ബൗദ്ധിക മറ്റു തലത്തെ അങ്ങ് ഉയർത്തി എന്താണ് ആഗോള ജ്ഞാനമണ്ഡലത്തിലേക്ക് എത്തിക്കാനാണോ ഉദ്ദേശിച്ചിരുന്നത്? അല്ല, മറിച്ച് പറയൂ കൊളോണിയൽ ഭരണകൂടം ഇവിടെ നടപ്പിലാക്കുന്ന വ്യവസ്ഥകളെ അംഗീകരിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് മെക്കോളെ പ്രഭുവിന്റെ പറയൂ വിദ്യാഭ്യാസ സങ്കല്പം. ഇതാണ് മെക്കോളെ മിനിറ്റ്സ്. ഇന്ത്യയിലെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞ് കൊളോണിയൽ വിദ്യാഭ്യാസത്തിന്റെ മാസ്മരികത, ആ വാക്ക് ഇൻവെർട്ടർ കോമയിൽ വച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഈ ലോകോത്തരമായിട്ടുള്ള ഭരണം അതാണ് പറയൂ അതാണ് ശരി എന്ന് തോന്നും. പാഠപുസ്തകത്തിലാണ് അത് വരിക. ഞാൻ പെട്ടെന്ന് വന്നേ ഉള്ളൂ. ഇത് എവിടെ നിന്ന് തുടങ്ങണം? കരിക്കുലത്തിൽ നിന്ന്, പാഠ്യപദ്ധതിയിൽ നിന്ന്, സിലബസിൽ നിന്ന്. പിന്നെയാണ് എന്ത് വരുന്നത്? പാഠപുസ്തകം വരുന്നത്. പാഠപുസ്തകത്തിലൂടെയാണ് പറയൂ ഈ ആശയം ജനങ്ങളുടെ മനസ്സിലെത്തുന്നത്. യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ്? കരിക്കുലമാണ്. വരേണ്യയുക്തിയുടെ കരിക്കുലമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. വരേണ്യയുക്തിയുടെ കരിക്കുലമാണ്. കേട്ടില്ല? കേൾക്കണ്ടോ? വരേണ്യയുക്തിയുടെ കരിക്കുലമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതാണ് കരിക്കുലം. അതിൽ നിന്നാണ് അവസാനം എവിടേക്ക് എത്തുന്നത്? പാഠപുസ്തകത്തിലേക്ക് എത്തുന്നത്. ആ പാഠപുസ്തകം ഈ വരേണ്യയുക്തി ശരിയാണെന്ന് തോന്നുന്നതായിട്ട് മാറുമ്പോൾ വരേണ്യയുക്തിയോട് ചേർന്ന് മനുഷ്യൻ നിൽക്കുന്നു. വെരി സിമ്പിൾ. ഒരു രാജ്യത്തെ ഒരു 3-4 പാഠപുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു 2 മണിക്കൂർ സമയം തന്നാൽ അത് ഏത് രാജ്യത്തെയാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ രാജ്യത്തുള്ള ക്ലാസ് ഹെജിമണി ഏതാണെന്ന് പറയാം. കേൾക്കണില്ല? മനസ്സിലാവില്ല? കേൾക്കണ്ട? കൃത്യമായിട്ട് പറയാം. പാഠപുസ്തകം വിശകലനം ചെയ്താൽ മതി. കാരണം ഇതൊക്കെ എത്തുന്നത് എവിടേക്കാ? പാഠപുസ്തകത്തിലേക്കാണ്. ആ റൂട്ട് അറിഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. പാഠപുസ്തകം കണ്ടാൽ മതി നമുക്ക് അവിടെ ആരുടെ ആധിപത്യമാണ്, ഏത് വർഗത്തിന്റെ ആധിപത്യമാണ് എന്ന് കൃത്യമായി ഇങ്ങ് പറയാം. പാഠപുസ്തകത്തിലൂടെ വിനയാന്വിതനായി കൈതൊഴുത് പറയൂ നിലനിൽക്കുന്ന വ്യവസ്ഥയെ അംഗീകരിച്ച് കൈതൊഴുതു നിൽക്കണം എന്ന ആശയം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പാ ഒരു വർഗത്തിന്റെ ആധിപത്യമുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ അറിയാം ഒരു രാജ്യത്തെ ഭരണം ആരാണ് അതിനെ നയിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ആശയം അവിടെ അവരുടെ മനസ്സിലേക്ക് പതുക്കെ സംക്രമിപ്പിച്ച്, സാധനം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ NEP എന്താണെന്ന് പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ മനസ്സിലേക്ക് സംക്രമിപ്പിച്ച് അതിനെ അവർക്ക് അനുകൂലമാക്കി നിർത്തും. അതാണ് കൊളോണിയൽ. ഫ്യൂഡൽ വിദ്യാഭ്യാസമോ പറയേണ്ട കാര്യം ഇത് തന്നെ. ഫ്യൂഡൽ സങ്കല്പത്തെ, ഫ്യൂഡൽ ആശയത്തെ ഉൾക്കൊണ്ട് പറയൂ അതാണ് ശരി എന്ന് തോന്നുന്ന തമ്പുരാനാണ് പറയൂ ശരി. കാണുമ്പോ തമ്പുരാനെ എന്ന് പറയൂ അതാ പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുന്നത് എന്തിനാ? അതിനൊരു വർഗ സ്വഭാവവും അതിനൊരു ആധിപത്യ സ്വഭാവവും ഉണ്ട്. എന്താ പഠിപ്പിക്കുന്നതെന്നനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് തമ്പുരാനെ എന്ന് വിളിച്ച് പഠിപ്പിക്കുക, അതല്ലാതെ എന്ന് പറഞ്ഞാൽ അത് ദോഷമാണെന്നും പറയൂ, അത് ദൈവകോപത്തിന് വഴിയാണെന്ന് പറയുമ്പോൾ അതിലൂടെ കൊണ്ടുവന്ന് അവനിൽ ഒരു അടിമത്ത ഭാവം ഉണ്ടാക്കുക. ആ അടിമത്ത ഭാവത്തിന്റെ സമഷ്ടിയിൽ അധികാരത്തിന്റെ നിലനിൽപ്പുണ്ടാവുകയും ചെയ്യാണ്. ഇതൊക്കെ പാഠപുസ്തകങ്ങളിലുണ്ടാവും. നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു 10 പാഠപുസ്തകം കൊണ്ടുതോളൂ. NEPയുടെ പാഠപുസ്തകം ഫസ്റ്റ് സ്റ്റേറ്റിൽ എടുത്തുകൊണ്ടെന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം.
കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഉണ്ടായ പാഠപുസ്തകം എടുത്തുകൊണ്ടുള്ളൂ, അതും പറഞ്ഞുതരാം. അത് ഞാൻ പറയാം ഇനി എന്താ വരാൻ പോണേന്നുള്ളത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ പാഠപുസ്തകത്തിലേക്ക് എത്തി, നമ്മൾ സിലബസിലൂടെ പാഠപുസ്തകത്തിലേക്ക് എത്തിയത്. ഇതേതാ ഞാൻ പറഞ്ഞതിപ്പോ? പറയൂ, സാമ്പ്രദായിക വിദ്യാഭ്യാസം. ക്ലിയർ ആയോ? ക്ലിയർ. ഈ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തെ മറികടന്നാണ് മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം ഉണ്ടായത്. മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം ഉണ്ടായത്. അതും പോരാ എന്ന അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതും പോരാ, അതിനപ്പുറത്തേക്ക് പോകണം എന്നുള്ളതാണ്. കൂടുതൽ സമത്വാധിഷ്ഠിതമായ സങ്കല്പത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന സങ്കല്പത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. അടിസ്ഥാന വർഗത്തിന്റെ ആധിപത്യം ഉണ്ടാകണം എന്ന ആശയത്തിലേക്ക് പോകുന്നതാണ്. അതിനെയാണ് പറയൂ രണ്ടാമത്തെ പറഞ്ഞത് എഴുതിൻ്റെ അവിടെ എന്താണ്? പുരോഗമന വിദ്യാഭ്യാസം. അപ്പൊ അങ്ങനെ ആശയം ഉണ്ടായാൽ പോരാ, ടെക്സ്റ്റിൽ വരണം, കരിക്കുലത്തിലൂടെ ടെക്സ്റ്റ്. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ റൂട്ട്. ഞാൻ പറഞ്ഞു കരിക്കുലം, ഇതൊന്നും എല്ലാവരും പഠിപ്പിക്കാൻ പറ്റില്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കാം. കരിക്കുലത്തിൽ നിന്ന് എന്താണ് പറയൂ, പാഠ്യപദ്ധതി എങ്ങനെയാ പഠിപ്പിക്കണേന്ന് അറിഞ്ഞാണ് കരിക്കുലത്തിൽ നിന്ന് എന്താണ് എവിടേക്ക് വരിക? സിലബസിലേക്ക് വരിക. അതിൽ നിന്ന് എവിടേക്കാണ്? പാഠപുസ്തകത്തിലേക്ക്. അപ്പോൾ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ആശയം നോക്കൂ, ഇറ്റ് ഈസ് സിമ്പിൾ. എത്ര കണ്ടത് ശരിയാണ് എന്ന് പഠിപ്പിച്ച ജനങ്ങൾക്ക് ബോധ്യമാവും. നോക്കൂ, വ്യവസ്ഥ മാറണം. ഇതാണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം. ചൂഷണാധിഷ്ഠിത വ്യവസ്ഥ മാറണം. ഉൽപാദന ബന്ധങ്ങൾ തകരണം. പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണം. സമത്വാധിഷ്ഠിതം. ഇതൊന്നും ഇങ്ങനത്തെ വേദിയിൽ പറയേണ്ട കാര്യമില്ല, എത്ര മനോഹരമായിട്ട് പറയാൻ പറ്റും. യെസ് അങ്ങനെ വേണമെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥയോട് വിമർശനമുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിക്കണം. കിട്ടില്ല? ക്ലിയർ? എന്ത് കേൾക്കണല്ലേ? മനസ്സിലാവുണ്ട? ഇത് എപ്പോഴേ വ്യവസ്ഥ മാറണം എന്ന് തോന്നുക? ഒന്ന് പറയൂ എൻ്റെ ഒപ്പം. എപ്പോഴേ വ്യവസ്ഥ മാറണം തോന്നുക? നിലവിലുള്ളത് ശരിയല്ല എന്ന് തോന്നുമ്പോഴാ. നിലവിലുള്ളത് ശരിയല്ല എന്ന് തോന്നണമെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥയെ വിമർശനാത്മകമായി കാണണം. വിമർശനാത്മകമായി നിലവിലുള്ള വ്യവസ്ഥയെ എതിർക്കുന്ന അതിലൂടെ അതിനെ മനസ്സിലാക്കുന്ന ആശയങ്ങൾ പാഠപുസ്തകത്തിലൂടെ വന്നാൽ മനസ്സ് വിമർശനാത്മകമാവുകയും ഇത് വിട്ട് ഇതിനേക്കാൾ മെച്ചമുള്ളതിലേക്ക് പോകണമെന്ന ചിന്തയുണ്ടാകും. അതാണ് എന്താണ് പറയൂ, പുരോഗമന വിദ്യാഭ്യാസം. ക്ലിയർ ആവണില്ല? അതാണ് അന്ധവിശ്വാസം നിലനിൽക്കണം എന്ന് വർഗീയ ചിന്ത പറയുന്നു, ഫാസിസ്റ്റുകൾ പറയുന്നു. അവർ അന്ധവിശ്വാസത്തെ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ച് ഇതാണ് ജീവിതത്തിന്റെ എല്ലാം എന്ന് ചിത്രീകരിച്ച് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ അന്ധവിശ്വാസം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ മാറില്ല. പുരോഗമന വിദ്യാഭ്യാസം ഉദാഹരണം പറയണം. പുരോഗമന വിദ്യാഭ്യാസം അന്ധവിശ്വാസം മാറി അല്ലെ, അന്ധവിശ്വാസം ഇല്ലാത്ത ഒരു സമൂഹത്തിലേക്ക് എത്തണം. എന്താ വഴി? ഇനി ഞാൻ പറയാൻ പാടില്ല. എന്താ വഴി? അന്ധവിശ്വാസത്തോട് ശക്തമായ വിമർശനമുണ്ടാവണം. ഇതാണ് പാഠപുസ്തകത്തിൽ വരുന്നത്. പാഠപുസ്തകം ഉണ്ടാക്കുക എന്നൊരു ചെറിയ ഏർപ്പാടല്ല, അത് ഒരു കലയാണത്. സയൻസാണ്. കല മാത്രമല്ല, സയൻസുമാണ്. അതിന്റെ സയൻസായി പറയണത്. അതെങ്ങനെ വിമർശനം ഉണ്ടാവുക? വിമർശനം ഉണ്ടാവണമെങ്കിൽ നോക്കണേ, അന്ധവിശ്വാസത്തോട് വിമർശനം ഉണ്ടാവണമെങ്കിൽ അന്ധവിശ്വാസത്തെ സമീപിക്കുന്ന വിദ്യാർത്ഥിക്ക് ശാസ്ത്രബോധം ഉണ്ടാവണം. ക്ലിയർ? ഒന്ന് തലയാട്ടു. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ പറയാം അതിനു വേണ്ടി എന്ത് വേണം? ശാസ്ത്രബോധം ഉണ്ടാവണം. ശാസ്ത്രബോധമുള്ളൊരു തലമുറയ്ക്ക് അന്ധവിശ്വാസത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അന്ധവിശ്വാസത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തലമുറ അന്ധവിശ്വാസത്തെ മാറ്റണം എന്നാവശ്യപ്പെടും. അന്ധവിശ്വാസത്തെ മാറ്റണം എന്ന് പറഞ്ഞതാണ് പുരോഗമന വിദ്യാഭ്യാസം. ഇതിന് സിമ്പിൾ, വളരെ ലളിതമാണ്. അതെവിടേക്ക് വരണം പറയൂ? എവിടത്തെ? പാഠപുസ്തകത്തിലെത്തണം. അവിടെയാണ് കരിക്കുലം മാറ്റുന്നത്, അവിടെയാണ് പാഠ്യപദ്ധതി മാറ്റുന്നതിന്റെ തിയറി എടുക്കുന്നത്. ശാസ്ത്രവിവരം ഉണ്ടാവും. ശാസ്ത്രവിവരമല്ല ശാസ്ത്രബോധം. മനസ്സിലാവണില്ല? ശാസ്ത്രവിവരമല്ല ശാസ്ത്രബോധം. ശാസ്ത്രവിവരം എല്ലാവർക്കും ഉണ്ടാവും. ഇതും കൂട്ടിച്ചേർത്താൽ താഴേക്ക് എന്താണ് ഒരു പുഷ് ചെയ്യുന്നു. അപ്പോ ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളത് ശാസ്ത്രവിവരമാണ്. അത് മുകളിലേക്ക് പോണതിന് മുമ്പ് എന്താണ് നാളികേരം ഉടയ്ക്കണം എന്നുള്ളത് അതും കേട്ടിട്ടില്ല. അത് അന്ധവിശ്വാസമാണ്. ശാസ്ത്രവിവരവും അന്ധവിശ്വാസവും ചേർന്ന് പോകുന്നർത്ഥം കേൾക്കുന്നുണ്ടോ?
ശാസ്ത്രവിവരവും എന്താണ് അന്ധവിശ്വാസവും ചേർന്ന് പോകുന്ന കഥ നമ്മൾ കണ്ടതാണ്. നാളികേരമുടക്കിലും എന്താണ് ഇതൊക്കെ അതാണ് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? അതുകൊണ്ട് പുരോഗമന വിദ്യാഭ്യാസത്തിൽ എന്തുകൊണ്ടാണ് ഈ പിന്നെ എന്താണ് മറ്റേ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മാറ്റിയെന്നൊക്കെ പറയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വരണേ. അതിനാണ് പറയണത്. എന്താ ഞാൻ പറഞ്ഞേ? അപ്പോ ശാസ്ത്ര വിവരം ഉണ്ടാവും, അന്ധവിശ്വാസവും ഉണ്ടാവും. അങ്ങനെ നല്ല ശാസ്ത്രജ്ഞന്മാരാ. അവർക്ക് വളരെ കൃത്യമായിട്ട് ഏത് പ്രപ്പോർഷനിൽ ഏത് കെമിക്കൽസ് കൂട്ടിച്ചേർത്താലാണ് ഇവ മുകളിലേക്ക് പോകാന്ന് നല്ല വിവരമുണ്ട്. പക്ഷെ എന്തില്ല? ശാസ്ത്രബോധമില്ല. ഇത് രണ്ടും രണ്ടാ. അവിടെയാണ് പുരോഗമന വിദ്യാഭ്യാസം. എവിടെ പുരോഗമന വിദ്യാഭ്യാസം? വിഷയം ഒന്ന് തന്നെയാ. 2+2 ഉത്തരം എത്രയാ? 2x2 ഉത്തരം എത്രയാ? എന്തിന് 2 ചിഹ്നം? ഹലോ, കേൾക്കണ്ട? 2 2 4 അല്ലേ? എവിടെ നോക്കിയാലോ തന്നെയാണ്. അത് ശാസ്ത്ര വിവരമാണ്. ഉപ്പ് വെള്ളത്തിലിട്ട് എന്താ ഉണ്ടാവുക? ഉപ്പ് വെള്ളം ഉണ്ടാവും. വെള്ളത്തിനോ സ്വാദ് വ്യത്യാസം ഉണ്ടാവും. ഇത് ശാസ്ത്ര വിവര. ശാസ്ത്രബോധം അതല്ല. ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രവിവരത്തിലെ യുക്തി എന്താണ് എന്നറിയലാണ്. അതിലൂടെ എന്തിനും യുക്തിയുണ്ട്, യുക്തിരഹിതമല്ല, യുക്തി ഇല്ലാത്തതല്ല എന്ന ചിന്ത ഉണ്ടാവുകയാണ്. ആണ് ശാസ്ത്രബോധം. ശാസ്ത്രബോധമുള്ളവർക്ക് യുക്തി കൃത്യമായി ഉണ്ടാവും ഒരു കാര്യത്തിൽ. എന്തിലും ഈ പ്രപഞ്ചത്തിൽ എഴുതി വെച്ചോളൂ, ഈ പ്രപഞ്ചത്തിൽ യുക്തിരഹിതമായി ഒന്നുമില്ല. എവിടെ വേണമെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഈ പ്രപഞ്ചത്തിൽ പറയൂ, യുക്തിരഹിതമായി ഒന്നുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോളോ അതിന് യുക്തിയുണ്ട്. വെറുതെ അങ്ങനെ സംഭവിച്ചതല്ല. വെറുതെ സംഭവിച്ചതെന്നുള്ളത് ബോധപൂർവം വലതുപക്ഷം, പ്രത്യേകിച്ച് വർഗീയ ശക്തികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആശയമാണ്. ഇതൊക്കെ പാഠപുസ്തകത്തിലൂടെ വരിക. തടയണോ വേണ്ടേ ഇത് എന്ന് സിമ്പിളായിട്ട് ആലോചിച്ചോളൂ. അപ്പൊ ശാസ്ത്രബോധം എന്നത് നോക്കൂ, ശാസ്ത്രബോധം എന്നത് ശാസ്ത്രവിവരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംസ്കാരമാണ്. അത് ഉണ്ടാകുന്നത് ശാസ്ത്രവിവരങ്ങളെ ആഴത്തിൽ പഠിച്ച് അതിൻ്റെ യുക്തി അറിയുമ്പോഴാണ്. ക്ലിയർ ആവുണ്ടോ? ഞാനിട്ട ഷർട്ടിന്റെ നിറം എന്താ? ഞങ്ങൾ ഇത്ര വലിയ ആൾക്കാർ വന്നിരുന്നിട്ട് മാഷ് ഒരു ചോദ്യം ചോദിച്ചു തരുന്നുണ്ട്. എന്താ? ചുവപ്പ്. ആർക്കും തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. ആർക്കും തെറ്റിയിട്ടില്ല? ഇല്ല. ഇതൊരു ശാസ്ത്ര വിവരാണ്. കേൾക്കണ്ടോ? ഞാനൊരു ചോദ്യം, എന്താ ഇതിന് ചുവപ്പ് നിറം? ഹലോ, അരുൺകുമാറിന്റെ ഷർട്ടിന് നീലയാണല്ലോ. ഇതിന്റെ അവിടെ ഒരേ സൂര്യപ്രകാശല്ലേ പതിക്കണേ? കാണുന്ന ഒരേ കണ്ണല്ലേ? അതിന് യുക്തിയുണ്ട്, അതിന് ശാസ്ത്രമുണ്ട്. ആ യുക്തി അറിയുമ്പോ വിവരം ഉണ്ടാവും. പറയൂ, ശാസ്ത്ര വിവരം ഉണ്ടാവും, ശാസ്ത്രബോധം ഉണ്ടാവും. എന്താ ശാസ്ത്രബോധം? ഓ, അതപ്പൊ അങ്ങനെ സംഭവിച്ചു പോയത് അല്ല അല്ലേ? ഇതിങ്ങനെ സൃഷ്ടിച്ചത് അല്ല അല്ലേ? ഇതിനൊരു യുക്തി ഉണ്ടല്ലേ? ഈ യുക്തി ഉണ്ടല്ലേ എന്നുള്ളിടത്ത് അന്ധവിശ്വാസം പടികടക്കുക. അറിയണോ എന്താന്നുള്ളത്? വേണ്ട. അതിന്റെ യുക്തി അറിയണം. എല്ലാത്തിനും യുക്തി ഉണ്ടെന്ന് പറയണത് സ്ഥാപിക്കണം. വെറുതെ ഞാൻ പറഞ്ഞാൽ പോരെ, സ്ഥാപിക്കണം. മുല്ലപ്പൂവിന്റെ നിറം എന്താ? വെള്ള. അടുത്ത ചോദ്യം ചോദിച്ചോളൂ, എന്താണ്? എന്താ അതിന് വെള്ള? ഈ ഷർട്ട് ഇസ് വെരി സിമ്പിൾ. ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവും, ഞാൻ പറയുന്ന ഒരു അസംബന്ധമാണ്. ഇതിൽ സൂര്യപ്രകാശം പറയുമ്പോൾ സൂര്യപ്രകാശത്തിൽ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന 7 വർണ്ണങ്ങളുണ്ട്. സൂര്യപ്രകാശത്തിൽ 7 എന്ന് പറയരുത് കേട്ടോ. അതിൽ വേറെ വർണ്ണങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന 7 എണ്ണം ഉണ്ട്. 7 എണ്ണം ഇതിൽ പതിക്കുമ്പോ ഇത് 6 വർണ്ണങ്ങളെ അബ്സോർവ് ചെയ്യും, വലിച്ചെടുക്കും. ഒരു വർണ്ണത്തെ മാത്രം പ്രതിഫലിപ്പിക്കും. പ്രതിഫലിപ്പിക്കുന്ന നിറം ചോപ്പ. നിങ്ങളുടെ കണ്ണിൽ വീഴുന്ന നിറം ചോപ്പ. അതുകൊണ്ട് ഇത് ചോപ്പായി കാണും. കേൾക്കണ്ട? അത് യുക്തിയാണ്. കേൾക്കണ്ട? ഇത് യുക്തിയാണ്. അപ്പൊ ശാസ്ത്രം പഠിപ്പിക്കും. ഇതാണ് നമ്മൾ എന്താ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഇത്ര കുട്ടികൾ കയറി വന്നേ എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. അതിന് രവീന്ദ്രമാഷെ കണ്ട് കയറി വന്നതാ? ഒന്നുമില്ല. ഈ പറയുന്ന എന്താണ് വിദ്യാഭ്യാസം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗം തന്നെയാ. മാഷോട് പറഞ്ഞല്ലേ, ടീച്ചർ ഇരിക്കുന്നു. അത് തന്നെയാണ്. അത് വ്യത്യാസം മനസ്സിലായി. എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് എന്താ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിലിട്ട് എന്താ ഉണ്ടാവുക? ഉപ്പ് വെള്ളം ഉണ്ടാവും. മണല് വെള്ളത്തിലിട്ടാലോ? പറയൂ, ലയിക്കില്ല. ഉറപ്പല്ലേ? ആർക്കും തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. എന്താ കാരണം? ഉപ്പിന്റെ വലിപ്പത്തേക്കാൾ വളരെ 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 ചെറിയ മണൽ തരികൾ ഇട്ടാലും അത് വെള്ളത്തിൽ ലയിക്കണില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അതെല്ലാവർക്കും അറിയാം. ഉപ്പ് വെള്ളത്തിലിട്ടാലോ എത്ര വലിയ കട്ടയായാലും പറയൂ അത് ലയിക്കണമുണ്ട്. ചോദ്യം പറയൂ, യുക്തി. ഇതാണ് ക്ലാസിക്കൽ വിദ്യാഭ്യാസവും പുരോഗമന വിദ്യാഭ്യാസവും തമ്മിൽ പരീക്ഷയിലും പഠനത്തിലുമുള്ള വ്യത്യാസം. ഒന്ന് പഠിപ്പിക്കൂ ജനങ്ങളെ. ഏത് വേണം എന്ന് അവർ തിരഞ്ഞെടുക്കും. എന്താ വ്യത്യാസം? പരീക്ഷ പേപ്പറുകളെടുത്ത് കാണിച്ചു തരാം.
2016 മുതൽ 16ന്റെ കാര്യമില്ല, അതിന് മുമ്പില്ല, 17 തൊട്ടുള്ള പരീക്ഷ കാണിച്ചു തരാം, കൊണ്ടുവന്നോളൂ. KST അതിനൊക്കെ ഒരു 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 വലിയ പിന്തുണ അല്ലേ തന്നിട്ടുള്ളതാണ്. അതെ, അത് ഫ്രെയിം ചെയ്യണത്. മൂന്നാമത്തെ ചോദ്യം ഈ പറയൂ, ഈ ലോജിക് അറിയോ എന്ന ചോദ്യമാണ്. അതാണ് വിദ്യാഭ്യാസം. ആ കുട്ടിയെ ട്യൂൺ ചെയ്യുന്നത് ആ യുക്തിപൂർവം ചിന്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ യുക്തിപൂർവം ചിന്തിക്കുന്ന, ആ മനസ്സ് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് പുരോഗമന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ അറിവുണ്ടാവും. പറയൂ, ഒന്നുകൂടി പറയൂ വാക്ക്, അറിവുണ്ടാവും. വിവരമല്ല അറിവ്. പര്യായ പദങ്ങളായിട്ട് പലപ്പോഴും ഉപയോഗിക്കും. വിവരമല്ല അറിവ്, ഇൻഫർമേഷൻ അല്ല നോളജ്. വിവരം നേരത്തെ പറഞ്ഞതാ. ഈ ഷർട്ടിന്റെ നിറം പറയൂ, ചുവപ്പ്, ഇതൊരു വിവരമാണ്. ചോപ്പാവാൻ എന്താ കാരണം? അത് യുക്തി ചേർന്നപ്പോ പിന്നെ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു, ഇത് വിവരമല്ല, അറിവായി. അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് പുരോഗമന വിദ്യാഭ്യാസം. കേൾക്കുന്നില്ല? മനസ്സിലാവുണ്ടോ? മറ്റു വിഷയം തന്നെ പഠിപ്പിക്കുക. ടെക്സ്റ്റിലുണ്ടാവും ഇതൊക്കെ. ടെക്സ്റ്റ് എടുത്തുകൊണ്ടൊന്ന് ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കും. നോക്കിക്കോളൂ, ആഴത്തിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോയാൽ അവർ ചോദിക്കും എന്താ വ്യത്യാസം. ഒരേ സാധനം തന്നെയാ. ഉപ്പ് വെള്ളത്തിലിട്ടാൽ അതിലുണ്ടാവും ഇതിലുണ്ടാവും. പക്ഷെ ചോദ്യത്തിൽ പറയൂ, ഈ ഒരു ചോദ്യം ലെഫ്റ്റ് ചിന്തയിലുണ്ടാവും. അപ്പോഴേ അത് പഠിക്കുള്ളൂ. ആദ്യത്തെ വാക്ക് എന്താ പറഞ്ഞ? വിവരം. അടുത്ത വാക്ക് പറയൂ, അറിവ്. ഇതാണ് ഉന്നത വിദ്യാഭ്യാസം. വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് ക്ലാസ് എടുക്കും. ഉന്നത. ഈ ഉന്നതം എന്ന് പറഞ്ഞാൽ എന്താ? ആള് വലുതാവലാണോ? അല്ല. സ്കൂളിൽ നിന്ന് കോളേജിൽ പോകലാണോ? അതൊക്കെ ആണ്. വിവരത്തെ പറയൂ, അറിവാക്കി മാറ്റുന്ന പ്രക്രിയ ഉന്നതം. അറിവിനെ വിജ്ഞാനമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അടുത്ത ഉന്നത തലം. വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സർവകലാശാല തലം. ജ്ഞാനോൽപാദന മേഖലയാണ് സർവകലാശാല മേഖല. ജ്ഞാനോൽപാദനം. വിവരം 4 തരം പറയൂ. വിവരം, അറിവ്, വിജ്ഞാനം, ജ്ഞാനം. ഈ തലത്തിലേക്ക് മനുഷ്യന്റെ ബുദ്ധിയെ വളർത്താൻ ഒരൊറ്റ വിദ്യാഭ്യാസ രീതിക്ക് കഴിയൂ. അത് പുരോഗമന വിദ്യാഭ്യാസം. നമ്മളൊരു അന്ധവിശ്വാസം അല്ല അത് സയൻസാണ്. മനസ്സിലായോ? മനസ്സിനെ ഓരോ തലത്തിലേക്ക് ലോജിക്കിലൂടെ, യുക്തിയിലൂടെ ഉയർത്തുകയാണ്. ഇതിന്റെ നിറം ചോപ്പായ എന്താന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ചെല്ലുമ്പോ ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം കണികയാണോ? പ്രകാശം തരംഗമാണോ? അപ്പൊ ഏത് പോയി? ഈ ഷർട്ടും പോയി, ഇതൊക്കെ പോയി, അതിന്റെ അപ്പുറത്തേക്ക് പോവാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനപ്പുറത്തേക്ക് പോയ പ്രകാശത്തിന്റെ ഫിലോസഫി എന്താണ്? പ്രപഞ്ചത്തിന്റെ ഫിലോസഫി എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? എല്ലാം ഒന്നാണ് എന്ന് തോന്നുന്ന ഒന്ന് അതിന്റെ ജ്ഞാനതലമാണ്. ക്ലിയർ ആവുണ്ടാവും? കേൾക്കുണ്ടോ? അവിടേക്ക് എത്തുന്നതാണ് യഥാർത്ഥത്തിൽ സർവകലാശാല വിദ്യാഭ്യാസം. അപ്പോഴേ ഒരു ജനതയുടെ ബൗദ്ധിക മണ്ഡലം വികസിച്ച് ജ്ഞാനമണ്ഡലമായിട്ട് മാറൂ. ആ ജ്ഞാനമണ്ഡലം ഉണ്ടാക്കുന്ന സമൂഹമാണ് ജ്ഞാനസമൂഹം. എന്തൊക്കെയോ പറയുന്നുണ്ട്. കേൾക്കുണ്ടോ? വെരി ക്ലിയർ. ജ്ഞാനസമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തലമുറകളെ അല്ലെങ്കിൽ മനസ്സുകളെ മറ്റേ ബുദ്ധിയെ വളർത്തിയെടുക്കുകയാണ്. ഇത് വേണ്ട പറയൂ. യെസ്, ഇത് വേണ്ട. ഇത് വേണ്ട ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക്. അത് വേണ്ട. യെസ്, ഇവിടെ അത് വേണ്ട ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്. അതാണ് വിഷയം. അത് വേണ്ട ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്. അതുകൊണ്ട് പുരോഗമന വിദ്യാഭ്യാസ ആശയങ്ങളെ നശിപ്പിക്കണം. അതാണ് UGCയുടെ മാറ്റങ്ങൾ. കാർത്തിക മാഷ് പറയൂ. അതൊക്കെ ഫിലോസോഫിക്കലായിട്ടുള്ള മാറ്റം ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഓരോ മനുഷ്യനും ഈ മറ്റെന്താണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്ക് വേണ്ടി നിൽക്കില്ല. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ആ തലത്തിലേക്ക് വരണം. ഒന്നുകൂടി കേട്ടുള്ളൂ, ഒരു പോയിന്റ് കൂടി. ഫാസിസത്തിന് ഒന്നിനെ ഭയമുള്ളൂ. ഫാസിസത്തിന് ഒന്നിനെ മാത്രമേ ഭയമുള്ളൂ. ഫാസിസത്തിന് ഒന്നിനെ മാത്രമേ ഭയമുള്ളൂ. അത് കായിക ശേഷിയെ അല്ല, സമ്പത്തിനെ അല്ല, സൈനിക ശേഷിയെ അല്ല, അറിവിനെയാണ്, ജ്ഞാനത്തെയാണ്. ജ്ഞാനലോകത്തിലേക്ക് ഒരു ജനത ഉയരും എന്ന് പറഞ്ഞാൽ അത് ഫാസിസത്തിന് എതിരാണ്. ഫാസിസം ഏറ്റവും അധികം ശ്രദ്ധിക്കുക. പറയൂ, ഒരു ജനതയുടെ മനസ്സ് ജ്ഞാനലോകത്തേക്ക് ഉയരരുത്. കാരണം ജ്ഞാനലോകത്തിൽ പറയൂ, നേരത്തെ പറഞ്ഞ പോലെ, ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹത്തിലെല്ലാം ഒന്നാണ്. വലിയ മതനിരപേക്ഷ ചിന്ത, വലിയ ജനാധിപത്യ ചിന്ത, വലിയ സമത്വ ചിന്ത. അപ്പൊ അങ്ങനെ വലിയ ഒരു ചിന്തയിലേക്ക് മനുഷ്യ മനസ്സിനെ ഉയർത്തുന്ന വിദ്യാഭ്യാസ പ്രക്രിയയെ കടിഞ്ഞാണിട്ടുകൊണ്ട് അവരുദ്ദേശിക്കുന്ന മനസ്സിനെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഇത് ഇന്ത്യയിൽ ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. ലോക്സഭ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. ലോക്സഭ ചർച്ച ചെയ്തിട്ടില്ല. എന്തേ ചർച്ച ചെയ്യാഞ്ഞ്? ചർച്ച ചെയ്താൽ ഈ പറഞ്ഞ അഭിപ്രായം കമ്മ്യൂണിസ്റ്റുകാർ അവിടെ പറയും. എന്തുകൊണ്ടാണ് CPM എതിർക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ബാക്കി ഒന്നും പോലും ഇതാണ് ഏറ്റവും പ്രധാനം.
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജ്ഞാനലോകത്തിലേക്ക് ഒരു സമൂഹത്തെ ഉയർത്താൻ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുമായി ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് ഒരിക്കലും പൊളിറ്റിക്കലായിട്ട് കടക്കാൻ പറ്റാത്ത വലിയ മതിലിന്റെ സൃഷ്ടിയാകും എന്ന് കരുതിയാണ് അതിനെ എതിർക്കുന്നത്. വെറുതെ അല്ലാതെ ഏതെങ്കിലും ഒരു പോളിസി നടപ്പിലാക്കാത്തതൊന്നുമല്ല. അവർ ദീർഘവീക്ഷണത്തോടുകൂടി ഫാസിസ്റ്റ് മറ്റേ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലിയർ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എത്ര ഉണ്ട്? 2 ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. 2 3 പറഞ്ഞോ ഇല്ല. മൂന്നാമത്തേത് പ്രതിലോമ വിദ്യാഭ്യാസം. പ്രതിലോമ വിദ്യാഭ്യാസം നോക്കൂ. ആദ്യം എന്താ? നിലനിൽക്കുന്ന വ്യവസ്ഥയെ നിലനിർത്താനുള്ള മനസ്സുൽപ്പാദിപ്പിക്കുക. നിലനിൽക്കുന്ന വ്യവസ്ഥയെ തകർത്ത് കൂടുതൽ പുരോഗമനപരമായ വ്യവസ്ഥയെ ഉൽപ്പാദിപ്പിക്കാനുള്ള മനസ്സുണ്ടാക്കുന്ന പാഠപുസ്തകങ്ങളുള്ളത് പുരോഗമന വിദ്യാഭ്യാസം. നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ നിന്നും മനസ്സിനെ എൻ്റെ കൈ കണ്ടറിയാം, മനസ്സിനെ പിറകോട്ട് കൊണ്ടുപോകുന്ന വരേണ്യ യുക്തിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ രീതിശാസ്ത്രമാണ് പ്രതിലോമ വിദ്യാഭ്യാസം. പ്രതിലോമം. നമ്മൾ കടന്നു വന്ന വഴിയിലൂടെ തിരിച്ചു പോവുകയാണ്. അവിടെയാണ് പുരാണത്തിൽ അതുണ്ട്, ഇതിഹാസത്തിൽ അതുണ്ട്. അതാണ് ഉത്തമം, അതാണ് ഏറ്റവും കേമം. അവിടേക്ക് മനസ്സ് തിരിച്ചു പോകൂ, മനസ്സ് മുന്നോട്ടല്ല. അവിടെ ജനങ്ങളോട് പറയുന്നുണ്ട്, നോക്കൂ, ജിനോമിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിനോമിക്സ് വളരുന്നു, ജനറ്റിക് എഞ്ചിനീയറിംഗ് വളരുന്നു, നാനോ ടെക്നോളജി വരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരുന്നു. അങ്ങനെ വിസ്മയമായ രീതിയിൽ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിസ്മയം ഉണ്ടാക്കുന്ന ലോകത്തിലേക്ക്, ആശയ ലോകത്തിലേക്ക് ഇന്ത്യൻ മനസ്സ് പോകണോ അതോ എന്താണ് പറയൂ പഴയ ആ അവസ്ഥയിലേക്ക് ഇന്ത്യൻ മനസ്സ് പോകണോ? ഇതാണ് ജനങ്ങളുടെ മുന്നിലെ ചോദ്യം. ഇവിടെ ഒന്നും ഇന്ത്യയുടെ ഒരാളും ആ ബൗദ്ധിക ലോകത്ത് ഉണ്ടാവില്ല നാളെ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അറിയാത്ത ഒരു വ്യക്തിക്ക് ജിനോമിക്സിലേക്ക് എങ്ങനെ പോകാൻ കഴിയും? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ്, എന്തിനാന്ന് പറഞ്ഞുതരാം, അങ്ങ് തെറ്റാണ് എന്ന് പറയുമ്പോ അത് നാളെ കാണുന്ന വിസ്മയകരമായ ലോകത്തേക്ക് ഇന്ത്യൻ ജനത എങ്ങനെ പോകില്ല. ഇതുവരെ ഇന്ത്യൻ ജനത അതിൽ മറ്റു പല ദിക്കിലും കോൺട്രിബ്യൂഷൻ ഉള്ളവരുണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാ? ബുദ്ധി കുറവുണ്ടൊന്നുമല്ല, കൊളോണിയൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അതിന്റെ ഹാങ് ഓവറും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട്, സാമ്പ്രദായിക വിദ്യാഭ്യാസം ഇവിടെ നടപ്പിലാക്കിയിരുന്നതുകൊണ്ട് ഇന്ത്യൻ ബൗദ്ധിക മണ്ഡലം ആഗോള ബൗദ്ധിക മണ്ഡലത്തിന്റെ ഒപ്പം എത്തിയില്ല. അനുഷയം ഇപ്പോ അതിനേക്കാൾ അപ്പുറത്തേക്ക് പിറകോട്ട് ഇന്ത്യൻ മനസ്സിനെ കൊണ്ടുപോയാൽ നാളത്തെ ഇന്ത്യ പറയുന്ന വിസ്മയ ലോകത്ത് നിന്നും പൂർണ്ണമായും പുറന്തള്ളപ്പെട്ട ഒരു രാജ്യമാകും. ആയിക്കോട്ടെ, അതിന് അവരുടെ ലക്ഷ്യം. അവിടെ ഫാസിസം നടപ്പിലാകും. പൊളിറ്റിക്സ് ആണ്. ഇന്ത്യൻ ബൗദ്ധിക മണ്ഡലത്തെ വളർത്തുക എന്നുള്ളതല്ല, ഇന്ത്യയുടെ ബൗദ്ധിക മണ്ഡലത്തെ പിറകോട്ട് കൊണ്ടുപോയി സാധ്യത, ഫാസിസത്തിന്റെ സാധ്യത നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രതിലോമ വിദ്യാഭ്യാസം. പ്രതിലോമ വിദ്യാഭ്യാസത്തിൽ വളരുന്നത്, നോക്കണേ അടുത്ത പോയിന്റ്, പ്രതിലോമ വിദ്യാഭ്യാസത്തിൽ വളരുന്നത് ശാസ്ത്രയുക്തിയല്ല, വരേണ്യയുക്തിയാണ്. വരേണ്യയുക്തി മനസ്സിൽ ഉൽപ്പാദിപ്പിക്കുക. എന്തിനാ ക്ഷേത്രം എന്തെന്നാ പൂജിച്ച് തുടങ്ങേ ഇപ്പോ അതിന്റെ കൂടെ പ്രധാനമന്ത്രി അടക്കം നടന്നു പോയതും അതൊക്കെ നമുക്കറിയാലോ. അതൊക്കെ മനുഷ്യ മനസ്സിൽ ഈ വരേണ്യയുക്തി ഉൽപ്പാദിപ്പിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തമ്പ്ര എന്ന് പറയുന്ന ആ യുക്തി ഉൽപ്പാദിപ്പിക്കാനാണ്. ഇത് മറികടക്കാനാണ് ചങ്ങമ്പുഴ മലയപ്പുലയനാം മാളത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു എന്ന് എഴുതിയത്. മലയപ്പുലയനാം കിട്ടില്ല, അത് കവിത പോലെ ചൊല്ലൂ. സാമ്പ്രദായിക രീതി. മലയപ്പുലയനം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ഇപ്പൊ എന്താ തോന്നിയേ? നല്ലൊരു കവിത കേൾക്കണ്ടോ? മലയപ്പുലയനം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. പരീക്ഷയ്ക്ക് എഴുതി, മാർക്കോ ഫുള്ള്. എന്തെങ്കിലും കുട്ടിക്ക് തോന്നിയോ? ഒന്നും തോന്നിയില്ലേ. പക്ഷേ വിമർശനാത്മക ബോധനശാസ്ത്രം, ക്രിട്ടിക്കൽ പെഡഗോജി അനുസരിച്ച് അത് ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ കുട്ടിയുടെ മനസ്സിൽ വേറൊരാശയം ഉണ്ടാവുക. ഇതേ കവിത ചങ്ങമ്പുഴ അതിനു വേണ്ടി എഴുതിയ. മലയപ്പുലയനാം ഉറക്കെ പറയൂ. മാടോ ബംഗ്ലാവല്ലേ? കേൾക്കുണ്ടോ?
കൊട്ടാരല്ലേ? എന്താ മിണ്ടാത്തെ? എന്താ മാടം? എന്താ മലയപ്പുലയന് മാത്രം പറയൂ. മാടം എന്താ മലയപ്പുലയന് മാത്രം മാടം? അവിടെ കൊട്ടാരം നിൽക്കണുണ്ടോ? ഇവിടെ ബംഗ്ലാവ് നിൽക്കണുണ്ടോ? കുട്ടിയുടെ മനസ്സിൽ പറയൂ. ശരിയാണല്ലോ. മലയപ്പുലയനും പറയൂ, മലയപ്പുലയനും മനുഷ്യനാണല്ലോ. ആ മനുഷ്യന് കൊട്ടാരം, ഈ മനുഷ്യന് പറയൂ മാടം. എന്താ അത് ശരിയല്ലല്ലോ? പറയൂ. അത് വാക്ക് പറയൂ. അത് ശരിയല്ലല്ലോ. അത് ശരിയല്ലല്ലോ എന്നുള്ളത് വിമർശനമാണ്. കേൾക്കണ്ടോ? നിലനിൽക്കുന്ന വ്യവസ്ഥയോടുള്ള വിമർശന. മലയപ്പുലയനും പറയൂ വീട് വേണം. ഇതാണ് വ്യവസ്ഥയുടെ മാറ്റത്തിന്റെ വഴി. ഒരേ കവിത എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതനുസരിച്ചല്ല. ചണ്ടാല ഭിക്ഷി എന്തിനാ കുമാരനാശാൻ എഴുതിയേ? ഒരു വ്യവസ്ഥ മാറുന്നതിന് കാറ്റലിസ്റ്റ് ആവാൻ വേണ്ടിയാ. കേൾക്കണ്ടോ? എങ്ങനെ വേണ്ടി പഠിപ്പിക്കാം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. രസം. കാൽപ്പനികമായ എല്ലാ ഭാവങ്ങളും, പദവിന്യാസം അത്യുത്തമം, സുന്ദരമായ എന്താണ് കാവ്യം. നമ്മുടെ പെഡഗോജിയില് പറയൂ, ക്രിട്ടിക്കൽ പെഡഗോജിയില്, വിമർശനാത്മക ബോധത്തില് അതേ കവിത വേറുതരുത്. ഈ കവിതയിൽ കുമാരനാശാൻ എടുത്തിരിക്കുന്ന കേന്ദ്ര ആശയം എന്താ? ദാഹം. വാക്ക് പറയൂ. ദാഹം. ആർക്കാ ദാഹിക്കാത്തത്? ഒന്ന് മിണ്ടൂ. ആർക്കാ ദാഹിക്കാത്തത്? എല്ലാവർക്കും ദാഹിക്കില്ലേ? ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ എല്ലാവർക്കും ദാഹിക്കില്ലേ? ജാതി തിരിച്ചാണോ ദാഹം? മതം തിരിച്ചാണോ ദാഹം? മനുഷ്യനായ ദാഹിക്കില്ലേ? മൃഗമായ ദാഹിക്കില്ലേ? ചെടിയായ ദാഹിക്കില്ലേ? ഇപ്പൊ എന്താ വ്യത്യാസം? കേൾക്കണില്ല? കേൾക്കണ്ടോ? അങ്ങനെ ദാഹിക്കുമ്പോ എന്താ വേണ്ടേ? ഉറക്കെ പറയൂ. നേന്ത്രപ്പഴോ? എന്താണ്? വെള്ളം. ഉത്തരത്തിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. ജാതി ചോദിച്ചാണോ ഉത്തരം? അല്ല. അങ്ങനെ ദാഹിക്കുമ്പോ വെള്ളം വേണമെങ്കിൽ ആര് വെള്ളം തന്നാലാ ദാഹം മാറുക? അതാണ് ചണ്ടാല ഭിക്ഷുകി. കവിത വായിച്ചിട്ടുണ്ടാവണം കേട്ടോ, എന്നാലും കാര്യമല്ലോ. അതാണ് ചണ്ടാല ഭിക്ഷുകി. ആര് വെള്ളം തന്നാലാണ് ദാഹം മാറുക. ആര് വെള്ളം തന്നാലും ദാഹം. ആര് വെള്ളം തന്നാലും ആര് വെള്ളം തന്നാലും. അപ്പൊ വ്യത്യാസം ഇല്ലേ? ആര് വെള്ളം തന്നാലും അപ്പൊ തമ്പ്രാന്ന് വ്യത്യാസം ഇല്ലേ? കേൾക്കണ്ടോ? ആര് വെള്ളം തന്നാലും ദാഹം മാറും. ഓ ശരി. ആ വ്യത്യാസം ഇല്ല അല്ലേ? അപ്പൊ ഈ ജാതി മത ചിന്തകളൊക്കെ ശരിയല്ല. കറക്റ്റ്. ഇനി ഇതിന് ക്ലാസിക്കൽ എക്സാമ്പിൾ വേറെ ഒന്നുമില്ല. എത്ര കവിത, അത് മാത്രം പറയാൻ പാടും. ഒരു 2 മണിക്കൂർ നിന്ന് കവിതയും കഥയും ഇഷ്ടം പോലെ പറയാം. പക്ഷേ പാഠ്യപദ്ധതി അതായിരിക്കണം. കേൾക്കണ്ടോ? അധ്യയന രീതി അതായിരിക്കണം. അല്ലെങ്കിൽ ഇതെന്തായിരിക്കാം? വാഴ നട്ടു, മനോഹരമായ കവിത. സാമ്പ്രദായിക രീതിയാ. ഒരേ വിഷയം തന്നെ, ഒരേ കവിത തന്നെ, ഒരേ കഥ തന്നെ. എങ്ങനെ അവിടെയാണ് ബോധനശാസ്ത്രത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ ന്യൂ ഇക്കണോമിക് പോളിസിയില് മാറ്റമാണ്. അതൊക്കെ പറഞ്ഞുതരാൻ വേണമെങ്കിൽ ഓരോന്ന്. അതെല്ലാം ബോധന രീതികൾ മുഴുവൻ മാറുകയാണ്. അതാണ് അതിന്റെ തന്ത്രം. തന്ത്രം അവിടെ കിടക്കണം. അതിനാണ് ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞത്. ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം മാറുകയാണ്. അത് പറയൂ. എവിടേക്ക് യുക്തി പോകുന്നത്? അവിടെ വരേണ്യ യുക്തി. ഇനി ഒരു 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 പ്രധാനപ്പെട്ട സെന്റൻസ്. ശാസ്ത്രയുക്തിയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് വരേണ്യ യുക്തി ഉൽപ്പാദിപ്പിക്കുന്നത്. ശാസ്ത്രയുക്തിയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് വരേണ്യ യുക്തി ഉൽപ്പാദിപ്പിക്കുന്നത്. വരേണ്യ യുക്തിയുള്ള ഒരു ആശയമണ്ഡലത്തിൽ ശാസ്ത്രയുക്തി ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ശാസ്ത്രലോകത്തേക്ക് ഇന്ത്യ നീങ്ങില്ല. ഹലോ, ക്ലിയർ? ഇതിനെ എതിർക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തില് ഒരു സംശയം പോലും ആർക്കുണ്ടോ? ഇതിവിടെ നടപ്പിലാക്ക് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഈ കവിത പഠിക്കേണ്ട രീതിയിൽ എന്ന് പറഞ്ഞ പോലെ ഇതിന് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ പിന്നെ നടപ്പിലാക്കാനുള്ളത് എങ്ങനെയാ കത്തിക്കുക എന്ന് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ. കേൾക്കുണ്ടോ? അപ്പൊ വിദ്യാഭ്യാസം 3 പറഞ്ഞില്ലേ? ക്ലിയർ ആയോ? 1 സാമ്പ്രദായികം, 2 പുരോഗമനം, 3 എന്താണ്? പ്രതിലോമം. അതിൽ പ്രതിലോമ വിദ്യാഭ്യാസ രീതിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഇതാണ് അതിന്റെ പോയിന്റ്. പ്രതിലോമ വിദ്യാഭ്യാസം. പിറകോട്ട് കൊണ്ടുപോവുക, മനസ്സിനെ പിറകോട്ട് നയിക്കുക. പിറകോട്ട് നയിക്കുമ്പോൾ പോലും, ഒന്നുകൂടി ഇന്ത്യയുടെ സ്ഥലം പിറകോട്ട് നയിക്കുമ്പോൾ പോലും നോക്കൂ, പിറകോട്ട് നയിക്കുമ്പോൾ പോലും അത് ഇന്ത്യയുടെ എന്താണ് തനതായ പരമ്പരാഗതമായ മതനിരപേക്ഷ മനസ്സിലേക്കല്ല, അത് വരേണ്യ യുക്തിയിലേക്കാണ് നയിക്കുന്നത്. അത് പ്രധാനപ്പെട്ട വരേണ്യ യുക്തിയിലേക്കാണ്. പാഠപുസ്തകങ്ങൾ എടുത്താൽ എല്ലാം കാണാം. അതിനു വേണ്ടിയാണ് പാഠപുസ്തകങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി അതുകൊണ്ടാണ് പാഠപുസ്തകം കേന്ദ്രീകരിച്ച് ഡൽഹിയിൽ നിന്ന് അടിച്ച് എല്ലാവർക്കും തരും. കേട്ടിട്ടുണ്ടോ? ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ ഏറ്റവും വലിയ എത്ര ആൾക്കാരുണ്ട്. എന്ത് സുഖമായി മാഷേ. കേട്ടില്ല? കേൾക്കണ്ടോ?
എന്താ കാരണം? പണ്ട് നമ്മൾ പുസ്തകം സമയത്തിന് കൊടുക്കാൻ പക്ഷേ KPPS എടുത്ത് തല്ലുകൂടി എങ്ങനെയാണ് അത് എല്ലാവർക്കും പുസ്തകം എത്തിച്ച് എന്നുള്ളത് നമുക്കറിയാം. കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചു എന്നുള്ളത് ലാസ്റ്റ് റിസൾട്ടാണ്. പക്ഷെ ഈ പണി ഒന്നും വേണ്ട. പറയൂ പറയൂ, ഈ പണി ഒന്നും വേണ്ട. അടിച്ചിങ്ങടെ പ്ലെയിനിൽ വരും, ഇത് കൊടുക്കേ വേണ്ടു. എന്താ എളുപ്പ? അവിടെയാണ് തന്ത്രം കിടക്കുന്നത്. ഈ പാഠപുസ്തകത്തിലാണ് ഇതൊക്കെ. കരിക്കുലം ഇത് തന്നെയാണ്. ഈ NEP ആണ് കരിക്കുലം. അതിൽ നിന്നാണ് വരിക. ഡിഡക്ട് ചെയ്ത് ഇവിടെ പാഠ്യപദ്ധതിയും മാറ്റും. എങ്ങനെ പഠിപ്പിക്കണം, അത് ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് മനസ്സിൽ ആശയം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാവണം എന്നുള്ളത് അനുസരിച്ചാണ്. അതിന്റെ സയൻസാണത്. പ്യൂർ സയൻസാണ് വിദ്യാഭ്യാസ രീതിയല്ല. യെസ്. ഇനി അതിന് 1-2 ഉദാഹരണം കൂടി. ഇപ്പൊ എത്ര മണിയായി? ഒന്നായോ? 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു നിർത്താം. ഇങ്ങനെയുള്ള ഈ പുതിയ പാഠ്യപദ്ധതി വരേണ്യ യുക്തിയിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ നോക്കൂ, ഒരു ഉദാഹരണം, പറയുന്ന ഒരെണ്ണം, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിക്കണ്ട അല്ലെ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എടുത്തു കളയാണ്. ഇത് വലിയ ഒരു ലക്ഷ്യത്തിൽ ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ അവർ പറയണത് എന്താണെന്നോ, കുട്ടികൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ്. അവർക്ക് കുറച്ച് മാർക്കൊക്കെ കിട്ടിക്കോട്ടെ, അതിന് ഇത്രയും ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നും പഠിക്കണ്ട. അപ്പൊ എല്ലാവരെയും കയ്യിലെടുത്തു. നമ്മൾ പുറത്തായി. കാരണം ഇതൊക്കെ പഠിപ്പിക്കണം എന്ന ബുദ്ധിമുട്ടുള്ള വിഷയമൊക്കെ വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. വളരെ ലളിതമായിട്ട് കുട്ടികൾക്ക് എളുപ്പമാണ്, എടുത്താൽ കളയാണ്. ഇല്ല, അതിന്റെ അപകടം ഞാൻ പറഞ്ഞു. ജിനോമിക്സിന്റെ ലോകത്തേക്ക് ഇന്ത്യ എത്തില്ല. എന്താ പരിണമിക്കുന്നത് മുഴുവൻ ജനറ്റിക് ആയിട്ടാണെന്നും ജീൻ അനുസരിച്ച് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ അലോപ്പതിയുടെ പ്രോജക്റ്റ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ലോകത്തെ ഏറ്റവും വലിയ ഗവേഷണം നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റാണ്. മനുഷ്യന്റെ ജീൻ പരിണമിക്കുന്നത് എങ്ങനെയാണ്, അതോടെ എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അലോപ്പതിയുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ്. ആ ലോകത്തേക്കൊന്നും ഇന്ത്യ എത്തില്ല. കാരണം ഈ പരിണാമം എന്താന്ന് അറിയില്ല. പുതിയ തലമുറയ്ക്ക് അത് അറിയില്ല. യെസ്, അതെന്തിനാ അത് ചെയ്യണത്? കേട്ടോളൂ, അതെന്തിനാ? നേരത്തെ പറഞ്ഞതുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. നോക്കൂ, പരിണമിക്കുക എന്ന പ്രക്രിയ ഇവിടെ നടന്നിട്ടില്ല. പരിണാമം അത് ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടതേ ഉള്ളൂ. കേൾക്കണില്ല? മനസ്സിലാവുണ്ടോ? എന്താണ്? സൃഷ്ടിക്കപ്പെട്ടതേ ഉള്ളൂ. പരിണമിച്ചുണ്ടാകുക എന്നത് ഇല്ല, സൃഷ്ടിക്കപ്പെട്ടതേ ഉള്ളൂ. അങ്ങനെ വന്നോണ്ട് എന്താ ഗുണം? യെസ്, സൃഷ്ടിവാദമാണ് ശരി. ഏതാണ് സൃഷ്ടിവാദം? ചാതുർവർണ്ണ്യം പറയൂ. മയാ സൃഷ്ടം, സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതെല്ലാം, പരിണമിച്ചതല്ല. പരിണാമത്തിന്റെ ശാസ്ത്രം എവിടെ വരെ എത്തി നിൽക്കുന്നു പറയൂ? എന്താണ്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റും ജിനോമിക്സിൽ എത്തി നിൽക്കുക. ആ ഒരു സമൂഹം, അവിടേക്ക് എത്തേണ്ട ഒരു വലിയ പൊട്ടൻഷ്യലുള്ള സമൂഹത്തെ വരേണ്യ യുക്തിയിലേക്ക് എത്തിച്ച് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. കേൾക്കണ്ടോ? പരിണമിച്ചതല്ല. ഇവിടെ എല്ലാം സൃഷ്ടിവാദമാണ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വരേണ്യ ആശയം നിലനിൽക്കുന്ന അന്തരീക്ഷം ഒക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിവാദം, പരിണാമവാദം ഇല്ല. ആ പരിണാമവാദത്തെ ഇല്ലാതാക്കുന്നത് സൃഷ്ടിവാദത്തെ ഉറപ്പിക്കാനാണ്. ആശയവാദം എന്നത് സൃഷ്ടിവാദത്തിലൂടെ ഉറപ്പിക്കാനാണ് എന്ന് ഏത് ലളിതമായിട്ട് ആ വിഷയം മനസ്സിലാക്കണം, പിടികിട്ടും. വളരെ സിമ്പിളാണ്. അപ്പോ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് ഒരൊറ്റ ലെസൺ മാറ്റുന്നതോടെ, നോക്കൂ, ഒരു പാഠപുസ്തകത്തിൽ നിന്ന് ഒരൊറ്റ ലെസൺ മാറ്റുന്നതിലൂടെ ആ പഠിക്കുന്ന കുട്ടി എവിടേക്ക് എത്തി? സൃഷ്ടിവാദത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ പറയുന്നു, ഇത് മയാ സൃഷ്ടം എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചതാണ്. അപ്പൊ എല്ലാം ആ സൃഷ്ടിവാദത്തിനൊപ്പം മനസ്സ് നിൽക്കുക. അതോടെ പരിണാമവാദം ഇല്ലാണ്ടാവും. പരിണമിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടതാണ്. അപ്പൊ അങ്ങനെ മനുഷ്യന് ഇതിനു മുമ്പ് ഒരു പൂർവികനുണ്ടായിരുന്നുള്ള ആശയം ഇല്ലാതാവുകയാണ്. അതിന്റെ ശാസ്ത്ര ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ശാസ്ത്രീയമായി മനുഷ്യന്റെ ചരിത്രത്തെ നിരീക്ഷിക്കുന്ന രീതിശാസ്ത്രം പോലും മാറുകയാണ്. ചരിത്രത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന വൈരുദ്ധ്യാത്മകമായ ഒരു രീതിശാസ്ത്രമുണ്ട്. അത് പറയൂ, കട്ട് ചെയ്യാൻ. വൈരുദ്ധ്യാത്മകമായി ഒരു വിഷയത്തെ കാണണമെന്നും അതിൻ്റെ ആഴത്തിൽ ചെന്ന് അതിൻ്റെ വിഷയം മനസ്സിലാക്കണമെന്നും മനസ്സിലാക്കുന്ന നമ്മൾ ഇതിനേറ്റവും അപകടകരമായിട്ട് കാണണം. ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ലെനിൻ്റെ വാചകം എല്ലാവരും ഓർക്കേണ്ടത്: വ്യവസ്ഥയുടെ മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. പറയൂ, എന്താന്ന് കേട്ടില്ല? എന്താണ്? വ്യവസ്ഥയുടെ പറയൂ, എങ്ങനെ? മൂർത്തമായ, പറയൂ, മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. എന്താണ് വൈരുദ്ധ്യം എന്നറിയണമെങ്കിൽ കേവലമായി അത് പരിശോധിച്ചുകൊണ്ട് കഴിയില്ല. എന്ത് ചെയ്യണം?
മൂർത്തമായി അപഗ്രഥിക്കണം. വ്യവസ്ഥയുടെ മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. ആ വൈരുദ്ധ്യാത്മക രീതിയെ പറയൂ കട്ടിയാണ്. ഇതൊക്കെ എന്ത് ചെയ്തതാണ്? സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി തന്നെ ഇടതുപക്ഷ സമീപനത്തെ തകർക്കുന്നതാണ് ഈ ഒരൊറ്റ പാഠഭാഗം മാറ്റൽ. സിംബോളിക്കായിട്ട് പറയുകയാണ്, നിങ്ങളുടെ അപഗ്രഥന രീതി, ഇടതുപക്ഷ അപഗ്രഥന രീതി അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത്. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? ഡെപ്ത് മനസ്സിലാവുണ്ടോ? അടുത്ത തലമുറയ്ക്ക് ഈ തലമുറ അങ്ങനെ വളർന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വൈരുദ്ധ്യാത്മകമായി അപഗ്രഥിക്കും. അതിന്റെ വൈരുദ്ധ്യം എന്താണെന്ന് കണ്ടെത്തും. പക്ഷേ ആ രീതിയിലുള്ള ഒരു അപഗ്രഥന ശൈലി പുതിയ തലമുറയ്ക്ക് ഉണ്ടാകരുത്. കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞ ആൾക്കാരെ തല്ലിക്കൊല്ലണമെന്ന് മാത്രമല്ല പറയണത്, ആശയപരമായി പൂർണ്ണമായും നാളേക്ക് ഇവരുണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പാഠഭാഗം മാറ്റുന്നത് വളരെ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചുള്ളൂ. എത്ര സൂക്ഷ്മമായി ഇത് മുഴുവൻ പഠിച്ചിട്ടാണ് ഓരോന്ന് കൃത്യമായി ഡിലീറ്റ് ചെയ്യുന്നത്, ആഡ് ചെയ്യേണ്ടതെന്നുണ്ട്. സൂക്ഷ്മമായി പൊളിറ്റിക്സ് ഷാർപ്പായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആ പാഠപുസ്തകം ഞങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് അടിച്ച് തരാം, നിങ്ങൾ പാഠപുസ്തകത്തിലൊന്നും ചേർക്കേണ്ടതില്ല. എന്താ അത് വരണോ ഇത് കഴിയട്ടെ. അപ്പൊ അത് പോയി എന്താ പറഞ്ഞേ? യെസ്. അപ്പൊ അതിന്റെ അപഗ്രഥന അതല്ലേ പറഞ്ഞേ, അപഗ്രഥന രീതി അങ്ങ് നഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞതിന്റെ ഡെപ്ത് മനസ്സിലായോ? ചെറിയതല്ല. ഒരു പാഠം പഠിക്കണില്ല എന്നുള്ളത് നമുക്ക് തോന്നുക. അതില്ലെങ്കിൽ വേറൊരെണ്ണം, എനിക്ക് അനുഭവമാണ്. ഇതില്ലെങ്കിൽ വേറൊരെണ്ണം പഠിച്ചാൽ പോരെ മാഷേ, ഈ പാഠമില്ല, വേണ്ട വേറെ പാഠം പഠിച്ചപ്പോഴല്ലോ. ജനങ്ങൾക്ക് അങ്ങനെ തോന്നണത്. അതിനെ മറികടക്കണം. നമ്മുടെ ബോധവൽക്കരണത്തിന് കുറെ കൂടി ശാസ്ത്രീയതയും ഡെപ്തും വേണം. അതിനാണ് ഇങ്ങനെ പറയണത്. ഡാർവിന്റെ പേരാണോ? വേറെ 2 പാഠം ചേർത്തേക്കണേ. കേൾക്കണ്ടോ? ഒരെണ്ണം കളഞ്ഞു, പകരം 2 പാഠം ചേർത്തിനു. പിന്നെന്താ? ആ 2 പാഠവും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പാഠവും ഏത്? ഈ വൈരുദ്ധ്യാത്മക വിശകലനത്തെ തടയുന്ന ഭാഗവും. അപ്പൊ അതുകൊണ്ട് നാം പറഞ്ഞു ഇത് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇനി സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലേ, അതിനും ശാസ്ത്രം പറയണം. പ്രകൃതി ഇൻഫിനിറ്റാണ്. പ്രകൃതി ഇൻഫിനിറ്റാണ്. എന്താ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം? അനന്തമാണ്. അതിന്റെ മലയാളം. അനന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഉത്തരം പറയാൻ ശ്രമിക്കൂ എൻ്റെ ഒപ്പം. എന്താ ഈ അനന്തം എന്ന് പറഞ്ഞാൽ? അന്തമില്ലാത്തത്. അതതിൻ്റെ ഭാഷാ പ്രയോഗത്തിന്റെ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഭൂമിയാണ്, മനസ്സിലാവില്ലേ? അത് ചന്ദ്രനാണ്, മനസ്സിലാവും. ഇത് അനന്തമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. 5/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. 0/5 എന്ന് പറഞ്ഞാലോ പൂജ്യമാണ്. 5/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ദമ്മലൊക്കെയാണ് ഈ ദൈവവിശ്വാസത്തെയൊക്കെ കൊണ്ടുവരുന്നത്. അനന്തം എന്ന് പറഞ്ഞാൽ അപ്പുറമില്ലാത്തത് എന്നാണ് അർത്ഥം. കേൾക്കണില്ല? അപ്പുറമില്ലാത്തതാണ് അനന്തം. അപ്പുറമുണ്ട് എന്നെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇത് അനന്തമല്ല. കേൾക്കണില്ല? മനസ്സിലാവുണ്ടോ? അപ്പുറമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഫൈനൈറ്റ് ആണ്. എന്താ ഇതിന്റെ അർത്ഥം? ഇതിനൊരറ്റം ഉണ്ട്, എന്നിട്ട് വേണം ആര് പറയാൻ? അപ്പുറത്ത് പറയാൻ. ഇത് ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പുറം ഇല്ല, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരാള് ഇതില് സൃഷ്ടി ഇല്ല. വെള്ളം കുടിക്കാന്നല്ലാതെ. കേൾക്കുണ്ടോ? മനസ്സിലായോ? അതിനപ്പുറം ഇല്ല. അപ്പുറം ഇല്ല എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിലെ പരിണാമങ്ങളാണത്. മറ്റെന്താ? അപ്പുറത്തൊരാള് രവീന്ദ്ര മാഷെ സൃഷ്ടിച്ചു, ഓരോരുത്തർ സൃഷ്ടിച്ചു, ദേവരെ സൃഷ്ടിച്ചു, ഈ ടൗൺ ഹാൾ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചു, പല്ലിയെ സൃഷ്ടിച്ചു, പൂച്ചയെ സൃഷ്ടിച്ചു. ഒക്കെ ഇതപ്പുറം ഇല്ല. ഇന്ത്യൻ മിഥോളജിയിൽ മുഴുവൻ പ്രകൃതി അനന്തമാണ് എന്ന് കിടക്കുകയാണ്. ഇനി ഒന്നുകൂടി പറയാം, ഷാർപ്പായി ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത് അനന്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തതിന്റെ കാരണം നമ്മൾ ഫൈനൈറ്റ് ആണ് എന്നതാണ്. മനസ്സിലായില്ല? കേൾക്കില്ല? ഒന്നുകൂടെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത് ജ്ഞാനലോകത്തെ തന്നെ കേട്ടോ, നമ്മള് ഉന്നത വിദ്യാഭ്യാസ ജ്ഞാനം. ഇത് അനന്തമാണ് എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലായി. പക്ഷെ എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ കാരണം പറയാം, നമ്മൾ ഫൈനൈറ്റ് ആണ്. മനസ്സിലാവില്ല എല്ലാവർക്കും? ഇനി ഒന്നുകൂടി അതിനപ്പുറത്ത് പറയാം, ഫൈനൈറ്റ് ആയ നമ്മൾക്ക് ഇൻഫിനിറ്റ് ആയ പ്രപഞ്ചം എന്താണ് എന്ന് മനസ്സിലാൽ അന്ന് ഫൈനൈറ്റ് ഇല്ല. എന്ത് പ്രാന്ത ഇയാള് പറയണെന്ന് പറയണത്. കേൾക്കുന്നുണ്ട്? മനസ്സിലായ? കേട്ടോ? ഫിലോസഫിയാണത്. സയൻസും ഫിലോസഫിയും ചേരുകയാണ്.
ഇൻഫിനിറ്റ് എന്താണ് എന്ന് ഇൻഫിനിറ്റ് എന്താണ് എന്ന് രവീന്ദ്രനാഥന് മനസ്സിലായാൽ അന്ന് ഒരു രവീന്ദ്രനാഥനില്ല. കാരണം രവീന്ദ്രനാഥൻ ഫൈനൈറ്റാ, പ്രപഞ്ചം ഇൻഫിനിറ്റാ. ഇൻഫിനിറ്റായ പ്രപഞ്ചം എന്താന്ന് എനിക്ക് ബോധ്യം വന്നാൽ പറയൂ, അന്ന് ഞാനില്ല. ഇനി മനസ്സിലായി, ഞാൻ വിചാരിച്ച ഒരു മാർഗവുമില്ല. കേൾക്കണ്ട, ഒരു മാർഗവുമില്ല വേറെ. അതാണ്, അത് പ്യൂർ സയൻസാണ്. ഈ ലെഫ്റ്റ് എഡ്യൂക്കേഷന്റെ സാധ്യത കേരളത്തെ ഒന്ന് പഠിപ്പിച്ചാൽ നമ്മൾ ഇവിടെ ഒന്നും അല്ല ഉണ്ടാവുക, ഒരു സംശയമില്ല. വിദ്യാഭ്യാസം മാത്രം മതി. 5 കൊല്ലം കൊണ്ട് 10 ലക്ഷം കുട്ടികളാണല്ലേ മാഷേ, 10 ലക്ഷം കുട്ടികളാണ്. എന്താ വ്യത്യാസം എന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യത്യാസം. അപ്പൊ ശരിക്കും ഒരു മനുഷ്യന്റെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് ഉതകുന്ന വിദ്യാഭ്യാസം പുരോഗമന വിദ്യാഭ്യാസം തന്നെയാണ്. എന്തുകൊണ്ട് ഇന്ത്യ വലിയ വലിയ ബൗദ്ധിക തലങ്ങളിലേക്ക് വളർന്നില്ല? കാരണം ഇവിടെ പ്രതിലോമ സാമ്പ്രദായിക വിദ്യാഭ്യാസങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. കൊളോണിയൽ ഭരണകൂടവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവവും ഇത് തെളിയിക്കുകയാണ്. ഏത്? ഈ സാമ്പ്രദായിക വിദ്യാഭ്യാസം. പിന്നെ എങ്ങനെ കോൺഗ്രസ്സുകാര് പറയൂ ഇത് നടപ്പിലാക്കാതിരിക്കും? അവരുടെ ദാനം തന്നെയാണ്, അവരുടെ മനസ്സ് തന്നെയാണ്, അവരുടെ രാഷ്ട്രീയം തന്നെയാണ്, അവരുടെ സാമ്പത്തിക നയം തന്നെയാണ്, ചേർന്ന് നിൽക്കുകയാണ്. ഇനി അദ്ദേഹം സൂചിപ്പിച്ച ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. പീരിയോഡിക് ടേബിൾ ഇല്ലാതാക്കുന്നു. ഇത്രയും അപകടകരമായ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കണ്ടെത്തിയ മൂലകങ്ങളെ അതിൻ്റെ ഒരു പ്രത്യേക ഓർഡറിൽ വിന്യസിച്ചിരിക്കുന്ന ടേബിളാണ് ഏത്? പീരിയോഡിക് ടേബിൾ. ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബൊറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പോകും. ഇത് വെറുതെ കുറെ പേര് പറഞ്ഞതല്ല കേട്ടോ, അതിന്റെ ഓർഡർ തന്നെയാണ്. അത് കൃത്യമായ ഓർഡറാണ്. എന്തൊക്കെയോ കുറെ പേര് പറഞ്ഞതല്ലേ. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബൊറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അത് ശരിക്കുള്ള ഓർഡറാണ്. അപ്പോ അങ്ങനെ 118 മൂലകങ്ങളെ വിന്യസിച്ച ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിൾ പ്രപഞ്ചത്തിന്റെ ഫിലോസഫിയാണ്. നിങ്ങൾ നോക്കണേ, പ്രപഞ്ചത്തിന്റെ ഫിലോസഫിയാണ്. മെന്റലീഫ് എന്ന് പറയുന്ന ഒരാളാണ് അത് അവസാനം പോലെ, അതിനു മുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അത് ഇപ്പോഴത്തെ നിലയ്ക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. പ്രപഞ്ചത്തിന്റെ ഫിലോസഫിയാണ്. എങ്ങനെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ഈ പീരിയോഡിക് ടേബിൾ പഠിച്ചാൽ. പീരിയോഡിക് ടേബിൾ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു ആവേശമാണ്. എനിക്ക് അങ്ങനെ പറ്റില്ല. ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് പീരിയോഡിക് ടേബിൾ വരുന്നത്. ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട് പോയി അതെടുക്കാൻ. പക്ഷേ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ആണ് എന്നുള്ളതുകൊണ്ട് അത് സാധിച്ചിട്ടില്ല. പക്ഷേ അത് ഒരു ആനന്ദമാണ്. പ്രകൃതിയിൽ 3 തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ. മനുഷ്യനും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ. മനുഷ്യനും ഇതര ജീവികളും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ 3 തരത്തിലാണ്. ഈ സൂക്ഷ്മ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ഈ പീരിയോഡിക് ടേബിൾ പഠിച്ചാൽ മനസ്സിലാവും. പീരിയോഡിക് ടേബിൾ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അതൊരു വാതകമാണ്. ആ വാതകത്തിന്റെ തൊട്ട് താഴെ മെറ്റലാണ്, സോളിഡാണ്. അടുത്ത വാതകം വെച്ചിട്ട് അങ്ങേയറ്റത്താണ്. ഇതിനൊരു പരസ്പര ബന്ധമുണ്ട്. ഹീലിയം, അത് കഴിഞ്ഞാൽ ലിഥിയം, ബെറിലിയം, ബൊറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇങ്ങനെ വെച്ചിരിക്കുന്നത് മെറ്റലും നോൺ മെറ്റലിനും ഇടയ്ക്കുള്ള വസ്തു നോൺ മെറ്റൽ ഗ്യാസ്. കണ്ടോ? കേൾക്കണ്ടോ? ഇവിടെ നിങ്ങളും ആവാം. ഗ്യാസ് പറയൂ. നോൺ മെറ്റലും നോൺ മെറ്റലും അല്ലാത്തത് മെറ്റല്. കണ്ട, ഈ ഓർഡർ കൃത്യമായ പ്രകൃതിയിൽ കാണുന്ന ഏത് ഓർഡറും ഈ പീരിയോഡിക് ടേബിളിൽ നമുക്ക് കാണാം. മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്തോറും വലുതായി വരുന്നു. ഡെൻസിറ്റി കൂടുന്നത്, വോള്യൂം കൂടുന്നത്, റേഡിയസ് കൂടുന്നത്, അറ്റോമിക് റേഡിയസ് കൂടുന്നത്, ഇതെല്ലാം ഇങ്ങനെ കൃത്യമായി മനോഹരമായി പാക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് പ്രകൃതിയിലുള്ള ബന്ധങ്ങൾക്ക് ലോജിക് ഉണ്ട്. കേൾക്കണ്ടോ? പറയൂ. അതിന് കൃത്യമായ സയൻസ് ഉണ്ട്. വെറുതെ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ കൃത്യമായ ലോജിക്. അതുപോലെയാണ് ഈ മണ്ണിൽ ഇതെല്ലാം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. സെലീനിയം എന്ന് പറയുന്ന ഒരു മെറ്റൽ മണ്ണിന്റെ വളരെ അടിയിലാണ് കിടക്കുന്നത്. കേൾക്കണ്ടോ? വളരെ അടിയിലാണ്. അത് പീരിയോഡിക് ടേബിളിൽ അതിന്റെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്നു. അതിന് തൊട്ടിപ്പുറത്ത് അപ്പുറത്ത് ഓരോ മെറ്റൽസ് തന്നെയാണുള്ളത്. ആ 2 മെറ്റലും തമ്മിലുള്ള ബന്ധമാണ് ഒരു ചെടിയും അതിന്റെ വേരും താഴെ കിടക്കുന്ന സെലീനിയവും തമ്മിലുള്ള ബന്ധം. ആരോടാ പറയണേ? കേൾക്കുണ്ടോ? ഇയാള് നിർത്തണമില്ലല്ലോ എന്നുള്ള മട്ടില്. കേൾക്കണ്ടോ? എവിടെ സെലീനിയം കിടക്കണത്? മണ്ണിന്റെ അടിയില. എവിടേക്ക് വരണത്? നമ്മുടെ ശരീരത്തിലേക്ക് വരണം. നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പാടാ സെലീനിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമോ? ഇല്ല. ആ സെലീനിയത്തെ അവിടെ പോയി പിക്ക് ചെയ്യാൻ
അതിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒറ്റ സാധനം ഉള്ളൂ, എന്താ? ചെടികളുടെ വേര. പേര ചെടി നട്ടാൽ അതിൻ്റെ വേര് ഇങ്ങനെ 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 നിൽക്കില്ല, ഇങ്ങനെ പോവും. എന്താ അന്വേഷിക്കണേ? പോവും, പറയൂ. എവിടെയാണ്? പറയണ എവിടെയാണ് സെലീനി ഉള്ളത്, അവിടേക്ക് പോകും. അങ്ങനെ അന്വേഷിച്ച് പോണ ആധുനിക സെൻസർ പോലെയാണ്. കേൾക്കണ്ടോ? ഇപ്പൊ നമ്മൾ സെൻസർ പോലെ അന്ന് ഇതിനകത്തൊരു മെറ്റലുണ്ട്. ഏതില്? ഈ പോകുന്ന മെറ്റലിൽ അതിനകത്തൊരു മെറ്റലുണ്ട്. അതിൻ്റെ മറ്റേ അവിടെ കിടക്കുന്ന മെറ്റലും തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ട് പോയി 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 അവിടെ ചെന്ന് പറയൂ, അതിനെ പിക്ക് ചെയ്ത് ഇതിൻ്റെ വേരിയിൽ കൂടെ കയറ്റി, ഇതിൻ്റെ മരത്തിൽ കൂടെ കയറ്റി, ഇതിൻ്റെ ഇലയിൽ കൂടെ കയറ്റി, ഇതിൻ്റെ പൂവിൽ കൂടെ കയറ്റി, ദേ പേരക്ക. മനസ്സിലാവുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഒരു ദിവസം മുഴുവൻ ഇരുന്നു തന്നുള്ളൂ. ഇത് മുഴുവൻ അതെങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞുതരാം. പേരക്കയില് സെലീനിയം വരണ എന്താന്ന് എനിക്കറിയില്ല. അതിന് പകരം ഇപ്പോ താഴത്തേക്കൊന്നും പേര് പോവാത്ത, പറയൂ, പറയാൻ പാടില്ല, പലതരത്തിലുള്ള പേരുകളുണ്ട്. ആകെ കുറവാന്ന് പേരക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനകത്ത് ഈ മെറ്റൽ ഉണ്ടാവില്ല. ആധുനിക എന്താണ് മറ്റേ ഇതിന് അതിന്റെ വേറെ എവിടെ എത്തണമെന്ന് വെച്ചാൽ അവിടെ എത്തിയാലേ പറയൂ ആ മെറ്റൽ കിട്ടുള്ളൂ. അന്തരീക്ഷത്തിൽ നൈട്രജൻ ഇല്ലേ? ഇഷ്ടം പോലെ നൈട്രജൻ. ചെടിക്ക് ഏറ്റവും ആവശ്യം ഏതാ? നൈട്രജൻ. നേരെ ഇങ്ങോട്ട് എടുത്തൂടെ? അന്തരീക്ഷത്തിൽ നൈട്രജൻ അല്ലേ? ചെടിക്ക് ഏറ്റവും ആവശ്യം എന്താ? നൈട്രജൻ. ഇവിടെ നിങ്ങൾ എടുത്തൂടെ? എടുക്കാൻ പറ്റില്ല. അതാണ് പീരിയോഡിക് ടേബിൾ വിന്യാസത്തിന് പറഞ്ഞത്. എങ്ങനെ എടുക്കണേ, എന്താ തമ്മിലെ ബന്ധം? ആ നൈട്രജൻ മണ്ണിൽ ഫിക്സ് ചെയ്ത് മണ്ണിലെ ബാക്ടീരിയ അതിനെ നൈട്രേറ്റ് ആക്കി മാറ്റി ചെടിയുടെ വേരിൻ്റെ ഉള്ളിലേക്ക് ഓസ്മോസിസിലൂടെ കടത്തി വിട്ട് അത് ഇങ്ങനെയൊക്കെ എത്തുന്നത്. ഈ ലോകത്ത് നടക്കുന്ന പ്രക്രിയ മുഴുവൻ കെമിക്കൽ ആക്ഷൻസാണ്. അതെങ്ങനെയാ നടക്കണേ എന്ന് പരസ്പര ബന്ധങ്ങളിലോ തെളിയിക്കുന്നതാണ് പീരിയോഡിക് ടേബിൾ. മനുഷ്യനും ജീവികളും തമ്മിലുള്ള സുദൃഢമായ പാരിസ്ഥിതിക ബന്ധങ്ങൾ, പ്രകൃതി ബന്ധങ്ങളുടെ മനോഹാരിത, മതനിരപേക്ഷമായ ജനാധിപത്യ മനോഹാരിത എന്ത് എന്ന് ആരും പഠിക്കണ്ട. പീരിയോഡിക് ടേബിള് വേണ്ട. നമുക്ക് തമ്പ്രാൻ മാത്രം മതി. തമ്പ്രാൻ ഡൽഹിയിലിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിക്കോളാം. തമ്പ്രാൻ ഡൽഹിയിലിരുന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിക്കോളാം. തമ്പ്രാൻ ഡൽഹിയിലിരുന്ന് നിയമങ്ങൾ ഉണ്ടാക്കിക്കോളാം. ഒക്കെ ഡൽഹിയിലിരുന്ന് മതി. ഇതാണ് ഏകാധിപത്യം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പൂർണ്ണമായിട്ടും സെൻട്രലൈസേഷൻ ആണ്, പൂർണ്ണമായും കേന്ദ്രീകരണമാണ്, സമ്പൂർണ്ണ കേന്ദ്രീകരണം. എന്തിനാന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതെങ്ങനെയാ പഠിക്കുന്നത്? നിങ്ങൾ പാഠ്യപദ്ധതി പോയിട്ട് നിങ്ങളുടെ ബോധനശാസ്ത്രം പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന ബോധനശാസ്ത്രം, അത് നമ്മൾ ഒന്നുകൂടി 16 ശേഷം ഡെവലപ്പ് ചെയ്തു. അതാണ് മറ്റേ ടെക്നോ പെഡഗോജി എന്ന് പറയുന്ന ആധുനിക ഒരു പെഡഗോജി. അത് നമ്മുടെ പെഡഗോജി എങ്ങനെ പോകുന്നുള്ള വിശദീകരണം അതൊന്നും ഇപ്പോൾ വേണ്ട. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ക്ലാസിക്കൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ തകർത്ത് മോഡേൺ ഇന്ത്യയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ രീതിശാസ്ത്രം അല്ല, മറിച്ച് പിറകോട്ട് കൊണ്ടുപോയി പഴയ വരേണ്യ യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യയെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഫാസിസം തീർച്ചയായിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്ന് വലുതാകും. ഫാസിസത്തിന്റെ കൃത്യമായ ഇടപെടലാണ്. അവിടെ ശ്രദ്ധിച്ച് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന പഠന രീതിശാസ്ത്രം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. വിമർശനാത്മകമായി നിങ്ങൾ ഈ സമൂഹത്തിനെ കാണാൻ സമ്മതിക്കില്ല. ഫാസിസം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായി വിമർശനാത്മകമായി നിങ്ങൾ സമൂഹത്തിൽ ഒന്നിനെയും സമീപിക്കരുത്. അത് പഠിപ്പിക്കാനാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. നിർത്തുന്നു. അഭിവാദനം.